عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم، ومن يوق شح نفسه فأولئك هم المفلحون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ، أقيم مقاما لم يقم فيه مرسل، وأمست له حجب الجلال توطأ، إلى العرش والكرسي أحمد قد دنا، فنورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സമാദരണീയരായ സയ്യിദ് അവർകളെ, നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ നിലക്കും നേതൃത്വം നൽകി നയിക്കുന്ന പ്രിയപ്പെട്ട ഖത്തീബ് ഉസ്താദ് അഷ്റഫി ഉസ്താദ് അവർകളെ, മുദരിസ് ഉസ്താദ്, നമ്മുടെ ഈ പരിപാടിയുടെ ഉറൂസ് മുബാറക്കിൻ്റെ ചെയർമാൻ ആദരണീയരായ ഇസ്മായിൽ ഹാജി, അധ്യക്ഷ പ്രസംഗം നടത്തിയ ഹനീഫ സാഹിബ്, മറ്റു ആദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശം അള്ളാഹു ബഹുമാനം നൽകിയ മഹാരഥന്മാരാൽ അനുഗ്രഹീതമായിരിക്കുകയാണ്. അത് ഈ പ്രദേശത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേകം ലഭിച്ച ഒരു അനുഗ്രഹം കൂടിയാണ്.
ആ അനുഗ്രഹത്തിന് നന്ദി എന്നോണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി ജീവിതം നയിച്ച മഹാരഥന്മാരെ അനുസ്മരിച്ച് അവരുടെ ജീവിത വിശുദ്ധിയായിരുന്നു വിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിനും ഉയർച്ചക്കും നിദാനമായതെങ്കിൽ നാം നടത്തുന്നത് അവരെ മേൽവിലാസത്തിലുള്ള ചെറിയ ചെറിയ ഉത്ബോധനങ്ങൾ മാത്രമാണ്. ശരിയാമണ്ണം ഏറ്റവും വലിയ ഉത്ബോധനം നമ്മുടെ ജീവിതത്തിലെ ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന മാതൃകകളാണ്. ഓരോ കുടുംബത്തിലും മാതൃകയായിട്ടുള്ളൊരു മഹാവ്യക്തിത്വമുണ്ടെങ്കിൽ നമ്മുടെ നാടുകളിൽ കുറച്ച് വഴല് മതി. ഒരു കുടുംബത്തിൻ്റെ തലവൻ ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ആദരണീയ വ്യക്തിത്വമായി അനുകരിക്കപ്പെടുന്ന അവിതർക്കിതമായ വാക്കിൻ്റെ ഉടമയായി പ്രവൃത്തിയുടെ വിശുദ്ധി മേളിച്ച ആളാണെങ്കിൽ ആ കുടുംബം മൊത്തം ആ മഹൽ വ്യക്തിയാൽ പരിശുദ്ധമാകും. അതിലൊരു സംശയവുമില്ല. ആ മഹൽ വ്യക്തിയിൽ നിന്ന്, ആ നേതാവിൽ നിന്ന് സ്നേഹം, ബഹുമാനം, അനുസരണം, എല്ലാ ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഒപ്പിയെടുക്കും. അങ്ങനെയാകുമ്പോൾ പിന്നെ കുടുംബതലങ്ങളിലൂടെ കണ്ണോടിച്ചു നോക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും അത്തരത്തിലൊരു മാതൃകാ പുരുഷനെ കൊണ്ടുള്ള ആ ഒരു വലിയ കാവൽ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ല സന്തോഷദായകമായ അവസ്ഥയുണ്ടാകും. പക്ഷേ പലപ്പോഴും അതിന് വിഘ്നം വരുമ്പോൾ ആ ശക്തി കുറഞ്ഞു പോവുകയാണ്. പിന്നെ നമ്മുടെ മേൽവിലാസങ്ങൾ അഡ്രസ്സ് തിരിയുന്ന കാർഡുകളിൽ, രേഖകളിൽ മാത്രമായി പരിമിതപ്പെടുകയാണ്. രേഖകളൊക്കെ കുറവായിരുന്ന കാലത്ത് ഒരു കുടുംബത്തിലെ ഒരു ഉപ്പാപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ, അവരുടെ നിർദ്ദേശങ്ങളാണ് ഏറ്റവും ആ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി വർത്തിച്ചിരുന്നത്. ഒരു കാര്യം ആ ഉപ്പ പറയുമ്പോൾ അതിനെതിര് പ്രവർത്തിക്കാൻ ആ കുടുംബത്തിൽ ഉപ്പയുടെ കീഴിൽ ജീവിക്കുന്നത് 45 വ്യക്തിത്വങ്ങളാണെങ്കിലും ആരും മടിക്കില്ല, എല്ലാവരും അനുസരിക്കും. കാരണം ഈ ഉപ്പ മാതൃകാ പുരുഷനാണ്, ഈ ഉമ്മ മാതൃകാ വനിതയാണ്. അവർ രണ്ടുപേരും മാതൃകയിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളായതുകൊണ്ട് ഇടക്കിടക്ക് സൂചന മാത്രം മതി, ബാക്കിയുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും കണ്ട് പഠിക്കും. ഓരോരുത്തരും പഠിക്കും. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആയിലും അങ്ങനെ ഒരു ചോദ്യമുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ ചോദിച്ചു വാങ്ങുന്നൊരു സ്ഥാനമാണ്. പക്ഷെ ആ സ്ഥാനത്തിലേക്ക് നാം ഉയരുന്നുണ്ടോ ഇല്ലേ, അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹുവേ വജഅൽനാ, ഞങ്ങളെ നീ നിശ്ചയിക്കണം, ആക്കിത്തരണം, ലിൽ മുത്തഖീന ഇമാമ. നിഷ്കളങ്കരായി നിസ്വാർത്ഥരായി വളരുന്ന ഒരു സമൂഹമുണ്ട്, മക്കളും പേരമക്കളും. അവർക്ക് ഇമാം മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആളാക്കി തരണം. ഇമാം മുന്നിലല്ലേ ഉണ്ടാല്, പിന്നിലല്ലോ. അവർക്ക് മാതൃകയാക്കാൻ പറ്റിയ, പിൻപറ്റാൻ പറ്റിയ ബാപ്പയാക്കണം, ഉമ്മയാക്കണം. ആ ഒരു ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കാത്ത ആരുമില്ല. അല്ലാഹു തആലാനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന എല്ലാ അടിമകളും നിത്യേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ വലിയ ഒരു പ്രാർത്ഥനയാണ്.
സഹോദരങ്ങളെ, ആ തരത്തിലുള്ള ഒരാള് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തെ മൊത്തം നിയന്ത്രിക്കാനും സൂചനകൾ കൊടുക്കാനും ഉണർത്താനും നേർവഴിയിൽ കൊണ്ടുപോകാനും ഒരൊറ്റ ആള് മതിയാകും, വേറെ ആരും വേണ്ട. മുൻഗാമികളൊക്കെ അവരുടെ ജീവിതത്തിൽ വരുത്തിയ ഏറ്റവും വലിയ സ്വാധീനം അവിടെയായിരുന്നു. കുടുംബത്തിൽ മൊത്തത്തിൽ കുടുംബക്കാരിൽ ഏറ്റവും വലിയ ബഹുമാനവും സ്ഥാനവും മാനവും നേടിയെടുത്ത ഏറ്റവും വലിയ അച്ചടക്കവും അനുസരണവും സ്നേഹവുമുള്ള വനിതയായിരുന്നു സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. കുടുംബത്തിൽ ഒരൊറ്റ കുട്ടിയും ഖദീജ റളിയല്ലാഹു അൻഹയെ എതിർക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇണയായി വന്ന ശേഷമല്ല, മുമ്പേ എതിർക്കില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നേരത്തെ ഉള്ള ടൈറ്റിൽ എന്താ? ജാഹിലിയ കാലത്തും ജനങ്ങൾ വിളിച്ചിരുന്ന പേരെന്താണ്? അത്വാഹിറ, വിശുദ്ധ വനിത. അതാണ് വിശുദ്ധ വനിത. ആ മഹദിയുടെ ജീവിതത്തിന്റെ വിശുദ്ധി അത്രമാത്രമായിരുന്നു. ഒതുക്കം, സ്നേഹം. സ്നേഹത്തിന് നമ്മൾ ആരെ ഉദാഹരണം പറയാം? ബഹുമാനത്തിന് ആരെ ഉദാഹരണം പറയും? അനുസരണത്തിന് ആരെ ഉദാഹരണം പറയും? എല്ലാറ്റിനും എടുത്തോളൂ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ ആ സ്നേഹം, ആ ഒരു സന്തോഷം, ആ ഒരു അനുസരണം പിന്നീട് പിൽക്കാലത്ത് പലപ്പോഴും അനുസ്മരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമായിരുന്നു, പലപ്പോഴും പറയും, 9 പത്നിമാര് തങ്ങളെ കൂടെയുണ്ടാകുമ്പോൾ അവരോടൊക്കെ പറയും, നിങ്ങൾ 9 പേര് ചേർന്നാലും എൻ്റെ ഖദീജ ബീവി ആകൂല. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട, ഈ സമൂഹം പഠിക്കേണ്ട ഒരുപാട് മാതൃകകളുണ്ട്. ആമനത്ത് ബി ഇത് കഫറനിന്നാസ് വസദ്ദഖത്നി ഇത് കദ്ദബനിന്നാസ് വവാസത്നി ബിമാലിഹാ ഇത് ഹറമനിന്നാസ്. ജനങ്ങളൊക്കെ നിഷേധിച്ച് തള്ളിയപ്പോൾ ഹൃദയം കൊണ്ട് ആദ്യം എന്നെ സ്വീകരിച്ചത് എൻ്റെ ഖദീജയാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, മുഅ്മിനുകളിൽ 1-ാം നമ്പറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ സ്ഥാനം പിടിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആദ്യം 1-ാമത് എന്ന് പറയുന്ന സ്ഥാനം ഖദീജ റളിയല്ലാഹു അൻഹക്കാണ് കിട്ടിയത്. പിന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. വലിയ സ്ഥാനമല്ലേ ഖദീജ റളിയല്ലാഹു അൻഹക്കാ കിട്ടിയത്. സത്യം മഹദിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചപ്പോൾ കുടുംബത്തിലെ തലവന്മാര് മുഴുവനും ആ സത്യത്തിന്റെ കീഴിൽ നിന്നുകൊടുക്കേണ്ടി വന്നു. വലിയ വലിയ ഗോത്രത്തലവന്മാരല്ലേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിലുള്ളത്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ കണ്ടനുഭവിച്ച സത്യം അതങ്ങനെ തന്നെ മനസ്സുകൊണ്ട് സ്വീകരിച്ചപ്പോൾ അവരെല്ലാവരും അതിന് പാകപ്പെടേണ്ടി വന്നു. അവർക്കാർക്കും അത് തിരുത്താൻ കഴിഞ്ഞില്ല. കാരണം അത് സ്വീകരിച്ചത് ചെറിയ ചെറിയ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, ശാശ്വതമായ വിജയത്തിന് വേണ്ടിയാണ്. വസദ്ദഖത്നി ഇത് കദബനിന്നാസ്. മക്കയിലെ ജനങ്ങൾ പലരും എന്നെ നിരാകരിച്ച് തള്ളിയപ്പോൾ എന്നെ വാസ്തവമാക്കി, എന്നെ അംഗീകരിച്ചു, എന്നെ സ്വീകരിച്ചു. വവാസത്നി ബിമാലിഹാ ഇത് ഹറമനിന്നാസ്. സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചു, എന്നെ സഹകരിച്ചു. മക്കക്കാർ എനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. അപ്പോഴും എൻ്റെ കൂടെ നിന്നത് എൻ്റെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ
തരാൻ വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കയ്യിൽ വല്ല വകുപ്പുണ്ടെങ്കിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സ്നേഹമല്ല. അത് യഥാർത്ഥ സ്നേഹമല്ല. ഇല്ലായ്മയിലും സഹകരിക്കാനും സ്നേഹിക്കാനും കഴിയണം. അതാണ് സ്നേഹം. കുടുംബത്തിലെ താങ്ങും തണലുമായി നിൽക്കുന്ന ഉപ്പയുടെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. സഹകരണം കുറയാൻ പാടില്ല. സഹകരണം അപ്പോഴും ഉണ്ടാകണം. സ്നേഹം കുറയാൻ പാടില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവങ്ങൾക്ക് കഴിവുകേട് വന്നുപോയി. ഉദാഹരണമായി പറഞ്ഞാൽ, നല്ല കാഴ്ചയുണ്ടായിരുന്ന ആൾക്ക് കാഴ്ചക്ക് മങ്ങലേറ്റു, ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ വർത്തമാനകാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പരിമിതമായ സ്നേഹം അങ്ങനെയാണ്. എല്ലാ കഴിവും എല്ലാ സ്നേഹവും ഒക്കെ നൽകുന്ന ആളായിരുന്നു. പക്ഷേ അയാൾക്ക് നല്ല സാലറി ഉണ്ടായിരുന്ന ജോലി നഷ്ടമായി, ഇപ്പം അത്രല്ല, അതുകൊണ്ട് ഇനി വേറെ ആളെ തരയാം. സ്നേഹം മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടു. അതല്ല സ്നേഹം. ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിക്കാൻ വേണ്ടി വന്നു, കുടുംബക്കാര് വന്നു. എന്തിനീ ഷീബ അബീ ത്വാലിബിൽ ഇങ്ങനെ കഴിയണം പച്ചില ഭക്ഷിച്ചുകൊണ്ട്? പച്ചിലയും ഉണക്കപ്പുല്ലും ചിലപ്പോഴൊക്കെ പച്ചപ്പുല്ലും മാത്രം കഴിച്ചുകൊണ്ടാ കഴിയുന്നത്. വീട്ടിലേക്ക് വരൂ. സഹോദരങ്ങൾ വന്ന് വിളിച്ചു, സഹോദര പുത്രന്മാര് വന്ന് വിളിച്ചു, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാലോ. ഇവിടെ എങ്ങനെ കഴിച്ച് ഈ ആടുമാടുകളെ പോലെ കഴിച്ചു കൂടണം? ഖദീജ റളിയല്ലാഹു അൻഹ പോയോ? പോയില്ല, ഇറങ്ങിപ്പോയില്ല. ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹം നൽകുന്ന, യഥാർത്ഥത്തിൽ അനുകരിക്കുന്ന, അനുസരിക്കുന്ന എൻ്റെ പ്രിയതമൻ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് അത് തന്നെയാണ് എൻ്റെയും ഭക്ഷണം. എന്താണോ ഇപ്പോൾ നേരിടുന്ന അവസ്ഥ, ആ അവസ്ഥ എനിക്കുമുള്ള അവസ്ഥയാണ്, സ്വന്തത്തിനുള്ളൊരവസ്ഥയല്ല. ഞാനത് സ്വീകരിക്കും. എതിർക്കുമ്പോ, നമ്മിൽ ഒരാളെ കഴിവ് കുറവായിട്ട് ആരെങ്കിലും ചിത്രീകരിക്കുമ്പോൾ ആരാ തുണയാകേണ്ടത്? നിങ്ങൾ നോക്ക്. നമ്മുടെ ഇണയെ സാമ്പത്തികമായി കഴിവ് കുറഞ്ഞ പെണ്ണാണ് എന്ന് ഒരാൾ പറയാണ്, അല്ലെങ്കിൽ ഭർത്താവിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഭർത്താവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഷ അല്ല ശരിക്കും. ഇണാന്നേ ഉള്ളൂ ഖുർആന്റെ പ്രയോഗം. സൗജ് എന്ന് ഖുർആൻ പ്രയോഗിച്ചതിനൊക്കെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഇണ. അത് രണ്ടുപേർക്കും പറയും, ആണിനും പെണ്ണിനും പറയും. ഇതാണ് ഇണയെങ്കിൽ മറ്റേത് തുണ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയും. രണ്ടും ഒന്നെന്നെ, ഇണ. വേർതിരിച്ചറിയാൻ വേണ്ടി ഭാര്യ ഭർത്താവ് എന്ന് പറയാണ്. മലയാള ഭാഷയിൽ ഇതിന് അർത്ഥം വെക്കുമ്പോൾ ഭരിക്കുന്ന ഒരാളും ഭരണം സ്വീകരിക്കുന്ന ആളെന്ന് വരും. അങ്ങനെയല്ല എന്നർത്ഥം. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നൊരു വാക്ക് മാത്രമാണ്. ഇരിക്കട്ടെ, നമ്മുടെ പ്രിയതമക്ക് കഴിവ് കുറഞ്ഞവളാണെന്ന് പറഞ്ഞാൽ ആ പ്രിയതമയെ കഴിവുറ്റ ആളായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയോ? എങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. ഒന്നുമില്ലാത്തവരാണ് അവരെ കുടുംബം എന്ന് പറഞ്ഞാൽ അവരെ കുടുംബത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു കഴിവ്. നമുക്ക് ഒന്നുമില്ലാത്ത ആളാണ്, പക്ഷേ നമ്മുടെ ഇണ നല്ല സാമ്പത്തിക പുരോഗതിയുള്ള ആളാണ്. തിരിച്ചിങ്ങോട്ട് വർധനവ് നൽകാനുള്ള ഒരു സ്നേഹം അവിടുന്ന്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ കേട്ട മഹദിക്ക് സഹിക്കാൻ കഴിയാത്ത സങ്കടങ്ങളിൽ ഒന്നായിരുന്നു. പലരും പറഞ്ഞു, നിങ്ങൾ നേരത്തെ സ്വീകരിച്ച 2 ഭർത്താക്കന്മാർക്ക്, 2 ഇണകൾക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 40ാമത്തെ വയസ്സിൽ നിങ്ങൾ പ്രിയതമനായി സ്വീകരിച്ച ആരെപ്പറ്റി? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി പറഞ്ഞു, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളാണല്ലോ, ഒരു കഴിവും ഒരു ശേഷിയും ഇല്ലല്ലോ. അത് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പിടിച്ചില്ല. സമ്മതം മൂളിയതല്ല, മഹദി അത് തിരുത്തി. അവിടെയാണ് ആ സ്നേഹത്തിന്റെ വിഷയം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? സമ്പത്ത് ടച്ച് ചെയ്യുമ്പോൾ തെറ്റരുത്. ആ തെറ്റുന്ന നമ്മളിപ്പോ കാണുന്നത്. സ്വന്തക്കാര് അല്ലെങ്കിൽ അടുപ്പക്കാര് അല്ലെങ്കിൽ സ്വന്തം ഇണയുടെ ആളുകൾ, ഭർത്താവിന്റെ ഭാര്യയുടെ ആളുകൾ സമ്പത്തുമായി ടച്ച് വരുമ്പോ കശപിശ ഉണ്ടാകരുത്. വളരെ കഴിവ് കുറഞ്ഞുപോയി. നമ്മളെ നല്ലോണം സ്നേഹിച്ചായിരുന്നു നമുക്ക് ഇണയെ തന്നിരുന്നത്. ആ ഇണയുടെ ഉപ്പ വളരെയധികം ദുർഘടാവസ്ഥയിലാണ്. ട്രീറ്റ്മെന്റ് വേണം. നമ്മുടെ കയ്യിൽ സാമ്പത്തിക ശേഷി അള്ളാഹു തന്നിട്ടുണ്ട്.
പക്ഷെ ചോദിച്ചാൽ തരുമോ എന്നുള്ള പേടി അപ്പുറത്തുള്ളതെങ്കിൽ ചോദിക്കാതെ കൊടുക്കണം. അതാണ് സ്നേഹം. അതിന് കഴിയണം. തിരിച്ചു കിട്ടുമോ എന്ന് കുറെ നൂറിട്ട് ആലോചിച്ചിട്ട് കൊടുക്കണമല്ല. അതല്ല ഞാൻ പറഞ്ഞു, അതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു. ചോദിക്കാതെ കൊടുത്തിട്ട് അവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു സ്നേഹവും സഹകരണവും സഹായവും സന്തോഷവും, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ഖദീജ റളിയല്ലാഹു അൻഹയോട് കുറച്ചാളുകൾ പറഞ്ഞതാ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇണക്ക് യാതൊരു കഴിവുമില്ലല്ലോ. മഹദി എങ്ങനെ പ്രതികരിച്ചു അതിന്? ഖുറൈശി പ്രമുഖന്മാരെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് വിളിച്ചു. കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. എല്ലാവരും ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. പോകാൻ ഒരുങ്ങുന്ന നേരത്ത് മഹദി പറഞ്ഞു, പോകാറായിട്ടില്ല, നിങ്ങളെല്ലാവരെയും ഞാൻ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിക്ക് വേണ്ടിയാണ്. അത് നിങ്ങളെ മുന്നിൽ എനിക്ക് ആ വിഷയം പറയേണ്ടതുണ്ട്, അറിയിക്കേണ്ടതുണ്ട്. ഒരു വലിയ വിരിപ്പ് കൊണ്ടുവന്ന് വിരിക്കാൻ ഉപയോഗിക്കുന്നൊരു വിരിപ്പ് വിരിച്ച് അതിലേക്ക് സ്വർണ്ണ നാണയങ്ങളും വെള്ളിയും ആഭരണങ്ങളും ഒരുപാട് കൊണ്ടുപോയിട്ടിട്ട് ഈ വന്ന ആളുകളെ കൂട്ടത്തിൽ വിമർശകരുണ്ട്, ചോദ്യം ചെയ്തവരുണ്ട്. അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സമ്പത്ത് മുഴുവനും എന്റെ ഭർത്താവിനുള്ളതാണ്. സയ്യിദത്തുനാ ബീവി ഖദീജ. അത് കാണിക്കാൻ വേണ്ടി, ഒരു പരസ്യത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഹഖൻ, യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? കോടിക്കണക്കിന് സമ്പത്ത് മുഴുവനും ആ മഹദി ചെലവഴിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ചോദിക്കാതെയാണ് കൊടുക്കുന്നത്. ഇതൊരു സ്നേഹ. നിങ്ങളൊന്ന് സമൂഹത്തിനിടയിലൊന്ന് കറങ്ങി നോക്കൂ. നിങ്ങൾ പരിമിതമായ അല്ലെങ്കിൽ വളരെയധികം ചുരുങ്ങിയ ഒരു വിരലിന്റെ, ഒരു നഖത്തിന്റെ പകുതിയോളം സ്നേഹം ഉണ്ടാകുമെന്നറിയില്ല. ആ സ്നേഹം ചെറുതുണ്ടെങ്കിലും അത് അന്നേക്കുമായി അവസാനിക്കും സമ്പത്തിൽ വല്ലതും തൊട്ട് കളിക്കുമ്പോ. കളിയൊക്കെ കാര്യത്തിലാകും തൊട്ടാൽ. അവിടെ തൊട്ടാ പ്രശ്ന. അത് ചോദിച്ചാൽ വിഷയമാണ്, അത് കൊടുത്താലും വിഷയമാണ്. പുറത്തുള്ള ആളുമല്ല ചോദിക്കുന്നത്, സ്വന്തക്കാരാണ്, സ്വന്തം രക്തത്തിൽ പിറന്ന ആൾക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാർ. ചോദിക്കാതെ കൊടുക്കേണ്ടവരല്ലേ അവര്? അതെ, ചോദിക്കാതെ കൊടുക്കേണ്ടവരാണ്. ലോകത്ത് എന്നും നല്ല അവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ഒരു പ്രത്യേക നിർദ്ദേശമാണ്, നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കണം എന്നുള്ളത്. അള്ളാഹുവിന്റെ നിർദ്ദേശം എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഓതിത്തരുന്നു ഖത്തീബ് ഉസ്താദ്. ഇനി ഒരു നിർദ്ദേശവും നിങ്ങളോട് പറയാൻ ബാക്കിയില്ല എന്ന നിലക്ക്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇദിൽ ഖുർബാ. മൂന്നാമതായി പറയുന്ന കാര്യം വ ഈതാഇദിൽ ഖുർബാ, കുടുംബങ്ങൾക്ക് കൊടുക്കണം എന്നും അള്ളാഹു ഉത്തരവിടുന്നു. പലരും പുറത്തേക്ക് കൊടുക്കാൻ നല്ല ഉഷാറാ. പുറത്തുള്ള റിലീഫിനും കാര്യത്തിനൊക്കെ എല്ലാം കൊടുക്കും. 10,000, 25,000 അല്ലെങ്കിൽ 2 ലക്ഷം. സ്വന്തക്കാർക്ക് കൊടുക്കുന്നിടത്ത് അതിൻ്റെ ശതമാനം എത്ര കുറവാക്കി പറയേണ്ടത്? അത്രയും കുറവ് വരും. സ്നേഹം നിലനിൽക്കണമെങ്കിൽ, സഹകരണം നിലനിൽക്കണമെങ്കിൽ, നാട്ടിൽ സൗഹാർദ്ദവും നല്ല അവസ്ഥയും നിലനിൽക്കണമെങ്കിൽ കൊടുക്കാൻ ഏറ്റവും നല്ലത് സ്വന്തക്കാർക്കാണ്. അങ്ങനെ മഹത്തുക്കളൊക്കെ കൊടുത്ത അങ്ങനെ സ്വന്തക്കാരിൽ മരുമകനൊക്കെ പെടുട്ടോ. ഇനി അതൊന്നും അന്യ ആളല്ല, മകളും മരുമകനൊക്കെ അടുത്ത ആൾക്കാർ തന്നെയാണ്. ഇനി അതൊരു പുതിയ പരമ്പരയായിട്ട് ആരോ കൊണ്ടുവന്നാന്ന് പറയണ്ട, പഴയ കാലത്തേ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതിൽ വരയിട്ട് കൊണ്ടൊരു പ്രത്യേക മാർക്ക് ചെയ്യും. അത് കാലോചിതമായ വലിയ ആവശ്യമുള്ള കാര്യമായിരിക്കും പലർക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞ വിഷയം നോക്ക് നിങ്ങൾ. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ എത്ര സന്തോഷത്തോടെയാണ് ആ സമ്പത്ത് കൊടുത്തത്. അത് അല്ലാഹു തആല എടുത്തു പറയാൻ മാത്രം വലിയൊരു സംഗതിയായി മാറി. വവജദക ആയിലൻ ഫഅഗ്നാ. മുത്തുനബിയെ, തങ്ങളെ പലരും
ദരിദ്രരായി കണ്ടപ്പോ ഫഅഗ്ന, അല്ലാഹു തങ്ങൾക്ക് സമൃദ്ധി നൽകി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ആയത്ത് വിശദീകരിച്ചു പഠിപ്പിച്ചു തന്നു. ഐ അഗ്നാക ബിമാലി ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു തങ്ങൾക്ക് ഐശ്വര്യം തന്നു. വലിയ ഐശ്വര്യമാണ് തങ്ങൾക്ക് കിട്ടിയത്. അത്ര വലിയ സാഗരണം എനിക്കൊരാളും ചെയ്തിട്ടില്ലെന്ന് തങ്ങൾ തുറന്നു പറയുന്നു. എണ്ണി 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 പറഞ്ഞിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് പറയുന്നത്, വല്ലാഹി മാ അബ്ദലനില്ലാഹു ഖൈറം മിൻഹാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് പകരം വെക്കാൻ പറ്റുന്ന നല്ലൊരു മഹദിയെ അല്ലാഹു എനിക്ക് വേറെ പകരമാക്കി തന്നിട്ടില്ല. നിങ്ങൾ ആ മാതൃകകൾ സ്വീകരിക്കണമെന്നാണ് തങ്ങൾ പറയുന്നത്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ സ്നേഹം അതുല്യമായ സ്നേഹമാണ്. സ്വന്തം ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുന്ന സ്നേഹമാണ് സഹോദരങ്ങളെ യഥാർത്ഥ സ്നേഹം. പലരും നമ്മളവരെ സ്നേഹിതന്മാരാണെന്ന് കാണും. പക്ഷേ അവരെ മനസ്സിന്റെ ഉള്ളിലുള്ള രോഗം മാറണമെങ്കിൽ നമ്മളൊരു ഭാഗത്ത് വീണ് കിടക്കുന്നതാകും അവർക്ക് ഏറ്റവും നല്ലത്. ഉയരുന്നതാകണം, ഉയർന്നു വരുന്നതാകണം സന്തോഷം. എല്ലാ തലങ്ങളിലും എൻ്റെ പ്രിയതമനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു വരണം. അവിടത്തേക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്ന സ്നേഹം, ഒരു വിഷമം ഒരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. തിരിച്ച് അതേ രൂപത്തിൽ ഇങ്ങോട്ടുണ്ടത്, വൺവേ അല്ല, ഇങ്ങോട്ടുണ്ട്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഒരു നിമിഷം വിഷമിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കൂല. ഒരു ചെറിയ കണ്ണീര് പൊഴിക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അന്വേഷിച്ച് തീർപ്പാക്കിയിട്ട് സന്തോഷം പറഞ്ഞ് പരിഹരിക്കുമായിരുന്നു. നിങ്ങൾ നോക്ക്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു സ്നേഹം നോക്ക് നിങ്ങൾ. എന്തിനാണ് അവർ ആ ശരീരം ഒഴിഞ്ഞു വെച്ചത്? പ്രായാധിക്യത്തിനും ആ ഒരു സ്നേഹം നൽകിയത്. ഇപ്പൊ പുതിയ കാലത്ത് നമ്മളൊക്കെ കേൾക്കുന്നു, ജബലുന്നൂറിന്റെ മുകളിലേക്ക് കയറാൻ പുതിയ സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ? റോഡ് മാർഗങ്ങളൊക്കെ തുറന്നുപോയി. ഇപ്പൊ നല്ല സുഖാണോക്കെ കേൾക്കുന്നുണ്ട്. എൻ്റെ ശേഷം പോയി കണ്ടിട്ടില്ല, അങ്ങനെ കേൾക്കുന്നു, അറിയുന്നു അങ്ങനെ വന്നിട്ടുണ്ട്. ആ കുന്നിൻ മുകളിലേക്ക്, പാറക്കുന്നിന്റെ ആ കൂട്ടങ്ങൾ ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുന്ന ജബലുന്നൂറിന്റെ മുകളിലേക്ക്, ഗാർ ഹിറായിലേക്ക് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മന്ദം മന്ദം നടന്നു നീങ്ങിയത് പ്രായം 55-ലാണ്. വരാൻ പറഞ്ഞിട്ടാണോ? അല്ല, വരാൻ പറയാതെ വരിക, കാത്തു നിൽക്കാൻ പറയാതെ കാത്തു നിൽക്കുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്ത്. നേരത്തെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ബാപ്പ വരാൻ വേണ്ടി ഉമ്മ വെയിറ്റ് ചെയ്യും, ഉണ്ടായിരുന്നില്ലേ? ഇന്ന് ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവും, അപ്പുറത്തുറങ്ങും. നമ്മളാണെങ്കിൽ നമ്മൾ നേരത്തെ കഴിച്ച് നമ്മൾ ഉറങ്ങും, ബാക്കി അവിടെ ഇട്ട് വന്ന് ചിലപ്പോൾ മെസ്സേജ് വിടും, അല്ലെങ്കിൽ എഴുതിച്ചിട്ടുണ്ടാവും. കാത്തു കഴിയുന്നൊരു സ്നേഹം ഉണ്ടായിരുന്നു. തലമുറകളോളം അത് ബാക്കി നിന്നിരുന്നു. ഉപ്പ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തും ദിക്റൊക്കെ കഴിഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂർ വൈകും എങ്കിൽ മക്കൾക്കെല്ലാവർക്കും ഭക്ഷണം കൊടുത്താലും ഉമ്മ കാത്തിരിക്കുന്നു വീട്ടിലെ കാരണവരായ ഉപ്പയെ. ഇത് മക്കൾ കാണാണ് ഈ സ്നേഹം. എന്തിനാ ഇപ്പൊ ഉമ്മ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്ന? ഭക്ഷണമല്ലേ ഉണ്ട്, പാത്രം റെഡിയല്ലേ, ഒക്കെ ഉണ്ട്. എന്തിനാ കാത്തു കഴിയുന്നത്? ഉപ്പയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ. അതാ വീട്ടിലുള്ള എല്ലാ മക്കളും കാണുന്നു ബാപ്പയുടെയും ഉമ്മയുടെയും ആ ഒരു സ്നേഹം. മക്കക്കാരും മുഴുവനും അനുഭവിച്ച സ്നേഹം. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ രാവിലെ പോകുന്നു വീട്ടിൽ നിന്ന്. കുറച്ചൊന്നും പോയാ പോരാ, കുറച്ച് ദൂരെ പോകണം, ജബലുന്നൂറിന്റെ അടുത്തേക്ക്. ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണോ? അല്ല, 4-5 ദിവസത്തേക്കുള്ള ഭക്ഷണം തങ്ങൾ ഒരുക്കിയിട്ടാ പോകാറുള്ളത്. 4-5 ദിവസത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ റൊട്ടിയാണ്. അത് ഓരോ ദിവസം കൂടുമ്പോൾ ഉണക്ക റൊട്ടിക്ക് വെയിറ്റ് കൂടും, കനം കൂടും, കട്ടി കൂടും. ആ ഉണക്ക റൊട്ടി
എന്തെങ്കിലും സെയ്ത്തിലോ മറ്റോ മുക്കിയിട്ട് ആ സെയ്ത്തെണ്ണയിൽ അതൊന്ന് മുക്കിയെടുത്തിട്ട് കുറച്ചു നേരം വെക്കുമ്പോഴേക്ക് അതിനൊരു പദം വരും. പിന്നെ അത് കഷ്ണം കഷ്ണമാക്കി തങ്ങൾ അങ്ങനെ കഴിക്കും. ഇങ്ങനെയുള്ള ഭക്ഷണവുമായി 5 ദിവസത്തേക്ക് 6 ദിവസത്തേക്ക് തങ്ങൾ കയറിപ്പോകും. പിന്നെയും തങ്ങൾ ഇടയ്ക്ക് ഇറങ്ങി വരാറുണ്ട്. എന്നാലും ഖദീജ റളിയല്ലാഹു അൻഹ രാവിലെ പോകും, വൈകുന്നേരവും പോകും. 2 പ്രാവശ്യമാണ് ഒരു ദിവസം ആ മലമുകളിലേക്ക് കയറുന്നത്. എന്താണ് മഹദിയെ പ്രേരിപ്പിച്ചത്? അവിടുത്തെയോടുള്ള അവാജ്യമായ മഹബ്ബത്താണ്. മറ്റൊന്നുമല്ല, വരാൻ നിർദ്ദേശിച്ചിട്ട് പോകുന്നതല്ല ഇത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു വല്ലാത്ത സ്നേഹം. സഹോദരങ്ങളെ, ആ സ്നേഹത്തിനല്ലേ അള്ളാഹുവിന്റെ സമ്മാനം ലഭിച്ചത്. ലോകത്തൊരു വനിതക്കും ലഭിക്കാത്ത സമ്മാനമല്ലേ അള്ളാഹു നൽകിയത്. സ്വന്തം ശരീരം പ്രായാധിക്യത്തിലും മതിയെന്ന് വെക്കാതെ രാവിലെയും വൈകുന്നേരവും വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന പാറക്കല്ലുകൾക്കിടയിലൂടെ മന്ദം മന്ദം നടന്നു നീങ്ങി ഗാർ ഹിറാഇന്റെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പാത്രത്തിലേക്ക് അത് എടുത്തു കൊടുത്ത്, മഹദിയും ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിക്കാൻ ഒറ്റക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് എടുത്തെഴുന്നേറ്റ് പോയത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ 3 നേരം വേണ്ടേ? 3 നേരം അല്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്ന പ്രകൃതി 3, 4, 5 ഒക്കെ നമ്മളെ നാട്ടിലേക്കാണ്. പുറത്തൊക്കെ പ്രധാനപ്പെട്ട ഭക്ഷണം എത്ര? 2 ബുക്ര വാഷിയ 2. പ്രവാസികളോട് ചോദിച്ചു നോക്കി നിങ്ങൾ, 2 കാര്യമായിട്ട്. ബാക്കിയൊക്കെ ലഘുവായിട്ട് വെള്ളം അങ്ങനെ കുടിച്ചിങ്ങനെ ലഘുവായിട്ടുള്ളതുണ്ട്. നമ്മൾ നല്ല കട്ടിയിലും കനത്തിലും തന്നെ 3, 4 ആണ്. ഇനി 5 അറിയില്ല. ആ 2 നേരത്തും ആ മഹദി കയറി പോകുന്നത്. ഭക്ഷണം കൊടുക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ അതുകൊണ്ട് കിട്ടിപ്പോയി. ഒരു ദിവസം മലമുകളിലേക്ക് കയറി നോക്കുമ്പോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ കാണുന്നത് തായ് ഭാഗത്തുനിന്ന് കയറി തുടങ്ങുന്നു. ഒത്ത നടുവിലതാ ഒരു വലിയ ശരീരം ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. തടയാൻ വേണ്ടി നിൽക്കുകയാണോ എന്ന് തോന്നുന്നുണ്ട്. കണ്ട മാത്രയിൽ ഒരു ചെറിയ പേടി തോന്നി. പക്ഷേ മഹദി ചിന്തിക്കുന്നു, തടയാൻ വന്ന ആളെ അവിടെ എത്തിയിട്ട് നേരിടാം, എന്നാലും തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. മലയുടെ ഒത്ത നടുവിലാണ് ഒരാൾ നിൽക്കുന്നത്. ജബലുന്നൂറിന്റെ ഒത്ത നടുവിൽ വലിയ ശരീരമാ കാണുന്നത്, വിശാലമായ ഒരു ബോഡി. ഖദീജ റളിയല്ലാഹു അൻഹ ദൃഢനിശ്ചയത്തോടുകൂടെ അങ്ങ് കയറി നടന്നു. അവിടെ എത്തുമ്പോൾ ആളെ കാണുന്നില്ല. മുകളിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിങ്ങനെ വരുമ്പോ നടുവിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഒരു വലിയ ശരീരമാണ്. സാധാരണ മനുഷ്യ ശരീരത്തിന്റെ വലുപ്പമല്ല, അതിനേക്കാളും വലുപ്പമുണ്ട്, വ്യാസമുണ്ട്, വിശാലതയുണ്ട്. നിങ്ങൾ കണ്ടോ? പേടിച്ചു പോയോ? ഇല്ല നബിയെ, തുടക്കത്തിൽ എനിക്കൊരു പേടി തോന്നി. അവിടെ എത്തുമ്പോൾ നേരിടാമെന്ന് നിശ്ചയിച്ച് ഞാൻ വന്നു, പക്ഷേ ആളെ കണ്ടില്ല. പേടിക്കേണ്ടതില്ല, അതാക്ക ജിബ്രീൽ അലൈഹിസ്സലാം. നിങ്ങൾ ഈ വരവൊക്കെ യഥാർത്ഥ വരവാണോ നോക്കാൻ വേണ്ടി വന്നതാ. യഥാർത്ഥ വരവാന്ന് ഉറപ്പായി പോയി. മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ലല്ലോ. നിങ്ങൾ കയറി വന്നില്ലേ? ഒരു ദിവസം മഹദി അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭക്ഷണപാത്രമായി വരുമ്പോ മുകളിലെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാറയുടെ അടിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് കയ്യിലേക്ക് വെള്ളമെടുത്ത് കഴുകുന്നു, മുഖം കഴുകുന്നു, തല ഇങ്ങനെ തടവുന്നു, കാൽ കഴുകുന്നു. ഇതൊക്കെ കണ്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, സാധാരണ കാണാത്ത ഒരു രൂപം, എന്താണിത്? അപ്പൊ പറഞ്ഞു, ഇത് ഉളു ആണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നെ പഠിപ്പിച്ചു തന്നു പോയതാണ്, ഉളു ആണ്. എന്നാ എനിക്കും അതൊന്ന് പഠിപ്പിച്ചു തരണം. ആദ്യമായിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഇന്റെ പാഠം പകർന്നു കൊടുത്ത് തങ്ങളോടൊപ്പം ആദ്യം ഉളു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹദി സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ആദ്യം എന്തൊരു ഭാഗ്യമാണത്. പിന്നൊരിക്കൽ ചെല്ലുമ്പോ ഒരാൾക്ക് മാത്രം നിസ്കരിക്കാൻ ഇന്നും ഗ്യാപ്പുള്ളൊരു സ്ഥലമാണ് ഗാർ ഹിറാ. അവിടെ നിസ്കരിക്കുന്നതിന് പുണ്യമുണ്ട്, സുന്നത്തുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലമാണ്. നേരെ നോക്കിയാൽ കഅബത്തുൽ മുശറഫ കാണാം. എന്ത് സന്തോഷമുള്ള സ്ഥലം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേക ആരാധന നിർവഹിക്കുന്നത് കാണും. കൈ കെട്ടിയിട്ടുണ്ട്, പിന്നെ റുക്കൂഅ്, പിന്നെ സുജൂദ്,
ഇതൊക്കെ കാണുന്നു. അത്തഹിയാത്തിലിരുന്ന് സലാം വീട്ടി ഖദീജ റളിയല്ലാഹുവിന്റെ പിന്നിൽ. ഇതെന്താ നബിയെ, ഒരു പുതിയ അമലാണല്ലോ കാണുന്നത്, ഇതുവരെ കാണാത്തത്. എന്താണിത്? ഇതിന് നിസ്കാരം എന്ന് പറയുന്നു. സ്വലാത്ത് ഫർളല്ല സഹോദരങ്ങളെ, സുന്നത്ത് നിസ്കാരമാണ്. ആദ്യം പഠിപ്പിച്ചു കൊടുത്തതും നിയമമാക്കിയതും നിസ്കരിക്കാൻ പറഞ്ഞതും സുന്നത്ത് നിസ്കാരമാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ്ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. സ്വലാത്തുൽ ലൈൽ അത് ഫർള് നിസ്കാരത്തിന് മുമ്പേ വന്ന നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കാരം ഫർള് നിസ്കാരത്തിന് മുമ്പേ നിയമിതമായ നിസ്കാരമാണ്. മക്കയിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിസ്കരിച്ച നിസ്കാരമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിസ്കാരമാണ് ഞാൻ നിർവഹിച്ചത്, എനിക്കും അത് പഠിപ്പിച്ചു തരണം. അവ്വലു മൻ സ്വല്ലാ മഅഹു, മുത്തുനബി തങ്ങളോടൊപ്പം ആദ്യം നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്കല്ലേ ആദ്യം ഭാഗ്യം കിട്ടിയത്. സഹോദരങ്ങളെ, ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഓരോ ദിവസവും ഇങ്ങനെ വരുമ്പോ മക്കയിലുള്ള ആളുകളുടെ മനസ്സിലും അവരുടെ ശരീരത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഉണ്ട്. പലരും പറയുന്നുണ്ട്, പിന്നെ സ്നേഹിക്കാണെങ്കിൽ ഇങ്ങനെ, ജീവിക്കാണെങ്കിൽ ഇങ്ങനെ, സഹകരിക്കാണെങ്കിൽ ഇങ്ങനെ. കണ്ടോ നിങ്ങൾ? പഠിക്കണം നമ്മളത്. ഓരോ ദിവസത്തെ വരവും അവർക്ക് പാഠമാണ്. എവിടേക്കാണാ പോകുന്നത്? പ്രായം എത്രയായി? 55 വയസ്സായി. അത്ര ഉയരത്തിലുള്ള ഭൂമിയിൽ നിന്ന് 800 അടി ഉയരത്തിലുള്ള കുത്തനെയുള്ള മല പർവ്വതം. ഒരു വഴിയുമില്ല, റോഡുമില്ല, ഒന്നുമില്ല, പിടിക്കാനുമില്ല, നടക്കാനൊന്നുമില്ല. കുന്നുകളിലേക്ക് കല്ലിങ്ങനെ മാറി മാറി ചവിട്ടി കയറണം. കാല് തെറ്റിയാൽ മയ്യിത്താകുന്ന ഉറപ്പാണ്. ആ കയറ്റത്തിന് പ്രേരിപ്പിച്ചത് യഥാർത്ഥ മഹബ്ബത്താണ്, യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിനാണ് അള്ളാഹുവിൽ നിന്ന് സമ്മാനം കിട്ടിയത്. ഭക്ഷണപാത്രമായിട്ട് ഇങ്ങനെ വന്ന് ജബലുന്നൂറിന്റെ അടിയിലെത്തിയപ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ഹാദിഹി ഖദീജ അത്തത്ക ബിത്ത്ആം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വന്നു, ദാ താഴെ എത്തിയിട്ടുണ്ട്, ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. ഫഇദാ ജാഅത്ക, ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങയുടെ സവിധത്തിലെത്തിയാൽ ഫഖ്റഅഹാ മിൻ റബ്ബിഹസ്സലാം. അല്ലാഹു ഖദീജ ബീവിക്കൊരു സലാം തന്നിട്ടുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു ഒരു സലാം തന്നിട്ടുണ്ട്, ഓതി കൊടുക്കണം നബിയേ. സമ്മാനമാണ് സഹോദരങ്ങളെ ഈ സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം എമ്പാടും മഹദിമാർക്ക് കിട്ടിയിട്ടുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് കിട്ടിയിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹക്ക് കിട്ടിയിട്ടുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ജിബ്രീലിന്റെ സലാമല്ല, പടച്ച റബ്ബിന്റെ സലാമാണ്. അല്ലാഹു തആല ഖദീജ ബീവിക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്, ഓതി കൊടുക്കണം നബിയേ. സലാം മാത്രം പോരാ, വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന ലാ നസബ ഫീഹി വലാ വസബ്. സ്വർഗ്ഗത്തിൽ ഒരു മന്ദിരമുണ്ടെന്ന സന്തോഷവും അറിയിക്കണം. അവിടെ ക്ഷീണമില്ല. ദുനിയാവിൽ ഒരുപാട് ക്ഷീണം സഹിച്ചില്ലേ? പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല, ആരുടെയും കുത്തുവാക്കുകളില്ല. സന്തോഷദായകമായ ഭൂമികയാണ്. സന്തോഷം നിറഞ്ഞൊരു വീട് സ്വർഗത്തിലുണ്ടെന്ന സന്തോഷവും അറിയിക്കണം നബിയേ. ഖദീജ റളിയല്ലാഹു അൻഹ മുകളിലെത്തിയപ്പോൾ ഈ സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്. മഹദിയുടെ സന്തോഷം എത്രയാണ്! അള്ളാഹുവിന്റെ ഒരു സലാമേ, അത് ചെറുതല്ല. നമ്മളൊക്കെ യാസീൻ സൂറത്ത് ഓതുന്നവരല്ലേ? സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ അങ്ങനെ എണ്ണി 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 പറഞ്ഞിട്ട് അവസാനം ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വലിയ അനുഗ്രഹം പറയുന്നുണ്ട്. എന്താണത്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം.
ഇന്ന അസ്ഹാബൽ ജന്നത്തി അൽയൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ഇനി ആ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ. എങ്ങനെ അവസാനിപ്പിക്കുന്നത്? വലിയൊരു വിഷയം പറഞ്ഞുതരാം. അത് വലുതന്നല്ലേ? വലുതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തി അൽയൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗ്ഗാവകാശികൾ ഇന്നത്തെ ദിവസം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, സ്വർഗ്ഗത്തിൽ അവർക്ക് സന്തോഷത്തിന്റെ തിമിർപ്പാണ്. അല്ലാഹു തആല അവർക്ക് നൽകിയിരിക്കുന്നത് സന്തോഷത്തിന്റെ വിവിധ അവസരങ്ങളാണ്. ആ സന്തോഷ വിഷയങ്ങളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്, ആറാടിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗാവകാശികൾ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വർഗ്ഗക്കാരിൽ അല്ലാഹു പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ദുആ കൊണ്ട് അറിയിച്ചവർ എല്ലാവരെയും അല്ലാഹു പെടുത്തി തരട്ടെ. ഈ ഉറൂസ് മുബാറക്കിന് വന്നെത്തിയ, ഇതിന് സഹായിക്കുന്ന, സഹകരിക്കുന്ന, നേർച്ചയാക്കുന്ന സർവ്വ സഹോദരങ്ങളെയും സഹോദരിമാരെയും സ്വർഗീയരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സ്വർഗ്ഗക്കാർ എത്ര ഒരു സന്തോഷത്തിലാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടെ ഇണകളും സ്വർഗ്ഗത്തിന്റെ ഉദ്യാനത്തിൽ നല്ല നല്ല വൃക്ഷങ്ങൾക്ക് ചുവട്ടിൽ കെട്ടിഭദ്രമാക്കിയിരിക്കുന്ന ഊഞ്ഞാലുകളിൽ ഉല്ലസിക്കുന്നു, ആടിക്കളിക്കുന്നു. അങ്ങനെ ആടിക്കളിക്കുന്ന സമയത്ത് മരങ്ങൾക്ക് മുകളിൽ ചില്ലകളുടെ ഓരോ ഭാഗങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന, അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന പഴങ്ങൾ ഒന്ന് തായോട്ട് വരണമെന്ന് ചിന്തിക്കുമ്പോഴേക്ക് ആ മരത്തിന്റെ ചില്ലകൾ ഇങ്ങനെ ഒടിഞ്ഞു വരുന്നു, ഒരു ഭാഗത്തേക്ക് താണു വരുന്നു. രണ്ടുപേരും അതിൽ നിന്ന് പഴങ്ങൾ പറിക്കുന്നു. അപ്പോൾ അവരുദ്ദേശിക്കുന്നു, പഴങ്ങൾ മാത്രം പോരാ, കുടിക്കാൻ എന്തെങ്കിലും വേണം. അങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് കുടിക്കാനുള്ള വെള്ളവുമായി ആളുകൾ എത്തിപ്പോയി. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. സ്വർഗ്ഗത്തിൽ സ്വർഗീയസ്ഥർക്ക് ഇഷ്ടം പോലെ പഴവർഗ്ഗങ്ങളുണ്ട്. പേര് പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല. അതിനാണ് മൊത്തത്തിൽ പറഞ്ഞത് ലഹും ഫീഹാ ഫാകിഹ. ചിലതൊക്കെ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് കുറച്ചെങ്കിലും സാമ്പിളിന് പറയേണ്ടതെന്ന് എഴുതിയിട്ടാണ്. ഫീഹിമാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ. അല്ലേ? നഖ്ലു റുമ്മാനൊക്കെ എണ്ണി പറഞ്ഞല്ലോ. കുറച്ചൊക്കെ എണ്ണിയിട്ടുണ്ട്, ഫുള്ളായിട്ട് എണ്ണാൻ കഴിയൂല. കാരണം ഇവിടെ പഴങ്ങളല്ലാതെ പഴങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത പലതും എടുത്തു കഴിഞ്ഞ് നമ്മളെ കയ്യിലേക്ക് വെച്ച് നോക്കുമ്പോൾ വാസനിക്കുന്ന, രുചിച്ചു നോക്കുമ്പോൾ കയ്പ് വരുന്നത് പലതും സ്വർഗത്തിലെത്തുമ്പോൾ മധുരിക്കുന്ന പഴമാണ്. അപ്പൊ പഴങ്ങൾ എണ്ണിയാ തീരൂല, ഇഷ്ടം പോലെയുണ്ട്. ലഹും ഫീഹാ ഫാകിഹ വലഹും മാ യദ്ദഊൻ. ആവശ്യപ്പെടുന്ന എന്ത് സുഖങ്ങളും അല്ലാഹു തആല അവർക്ക് നൽകുകയാണ്. ഇനി ആ അധ്യായം ഏറ്റവും വലിയൊരു സന്തോഷമാണ് അവസാനം പറയുന്നത്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. കരുണാവാരിധിയായ റഹ്മാനായ റബ്ബിൽ നിന്ന് കിട്ടുന്ന സലാം. സ്വർഗീയസ്ഥർക്ക് അത്ര വലിയ സന്തോഷമുള്ള ഒരു കാര്യം വേറല്ല. അല്ലാഹു തആല സ്വർഗ്ഗക്കാരോട് പറയുന്ന സലാം, അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് ദുനിയാവിൽ വെച്ച് ആ സലാം കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്കൊരു ക്ഷണക്കത്ത് കിട്ടിയെന്ന് പറയുമ്പോൾ ആ ക്ഷണക്കത്ത് ആരുടേതാണ്? നമ്മെ ക്ഷണിച്ചിരിക്കുന്നു, ഗസ്റ്റായിട്ട് ഒരാൾ നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. എങ്ങോട്ടാ ക്ഷണിച്ചത്? ഇന്ത്യയിലേക്കല്ല, ഇന്ത്യയുടെ പുറത്തൊരു രാഷ്ട്രത്തിലേക്കാണ്. ഒരു കത്ത് വരുമ്പോഴേക്ക് നമ്മുടെ സ്ഥാനത്ര കൂടി. കാരണം നമ്മളൊരു വേറിട്ട വ്യക്തിത്വമായി മാറും അല്ലേ? അതൊരു വാർത്തയായി വരുമ്പോൾ അങ്ങനെ ക്ഷണത്തെ കിട്ടിയോ? അവിടേക്കോ? അതിഥിയായിട്ടാ. എന്തിനാണ്? ഒന്നുമില്ല, നാടൊന്ന് വിസിറ്റ് ചെയ്ത് വരാൻ, ഒരു ഗസ്റ്റായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. വിദേശത്തുള്ള ഏറ്റവും വലിയ ഒരു രാഷ്ട്രത്തിൽ ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽപ്പെട്ട ആളെ. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ട പ്രവർത്തനം അതിനെ അദ്ദേഹത്തെ കാരണക്കാരനാക്കി. അല്ലാഹ്, എന്നാൽ തന്നെ എത്ര വലിയൊരു സന്തോഷമാണ്. ഈ സലാം കൊടുത്തയച്ചിരിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അത് കൊണ്ടുവന്നിരിക്കുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്താണ് ഈ സലാം ഇങ്ങനെ ലഭിക്കുന്നതിന് കാരണം? യഥാർത്ഥത്തിലുള്ള സ്നേഹം, യഥാർത്ഥത്തിലുള്ള സഹകരണം, യഥാർത്ഥത്തിലുള്ള അനുസരണം. യഥാർത്ഥത്തിലാണോ ഇത് ചെയ്യുന്നത്? സത്യസന്ധമായിട്ടാണോ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സലാമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ സന്തോഷപൂർവ്വം സലാം മടക്കുകയാണ്. ഇന്നല്ലാഹ ഹുവസ്സലാം,
വഅലൈക വഅലാ ജിബ്രീലസ്സലാം. അല്ലാഹുവിനൊരു സലാം തിരിച്ചു പറയേണ്ടതില്ലല്ലോ, അല്ലാഹു തആല തന്നെ സലാമാണല്ലോ. അങ്ങേക്കും എനിക്ക് സലാം കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനും അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നൊരു മറുപടിയും പറഞ്ഞു. നമ്മളോടൊരു സലാം എന്ന് പറയുമ്പോൾ അങ്ങനല്ലേ പറയണ്ടേ, അല്ലേ? നിങ്ങളോട്, നിങ്ങളെ കൂട്ടുകാരൻ ഞാൻ ഇന്നലെ കണ്ടിരുന്നു, നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാൻ പറഞ്ഞു, നമുക്കൊരു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു മതിയാക്കരുത്. ഈ സലാം അവിടുന്ന് ഇങ്ങോട്ട് താക്കി കൊണ്ടുവന്നില്ലേ, ഇയാൾക്കും കൂട്ടത്തിൽ പറയണം വഅലൈക വഅലൈഹിസ്സലാം, വഅലൈക വഅലൈഹിസ്സലാം. നിങ്ങൾക്കും എനിക്ക് സലാം കൊടുത്തയച്ച അദ്ദേഹത്തിനും അള്ളാഹു രക്ഷ നൽകട്ടെ എന്ന് മറുപടി പറയണം. രണ്ടുപേർക്കും പറയണം സലാം. ഖദീജ റളിയല്ലാഹു അൻഹ മടക്കിയ സലാം അങ്ങനെയാണ്. സ്വർഗത്തിന്റെ സന്തോഷവും കേട്ടു, ദുനിയാവിൽ തന്നെ സ്വർഗത്തിന്റെ സന്തോഷവും ലഭിച്ചു. ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഈ വലിയ അംഗീകാരം ലഭിച്ചത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട്, ഉമ്മമാരോട് ഞാൻ പറയട്ടെ, അതുല്യമായ സ്നേഹമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് അഥവാ മക്കള്, പേരമക്കൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ല സ്നേഹം. എന്നും അടിപിടിയുടെ അന്തരീക്ഷമാകരുത്, വാക്ക് തർക്കങ്ങളുടെ ഘോഷയാത്രയാകരുത്. പരസ്പരം കൈമാറുന്ന അതുല്യമായ സ്നേഹത്തിന്റെ വാചകങ്ങളാകണം വീട്ടിലുടനീളം സഞ്ചരിക്കേണ്ടത്. അതിന്റെ പെരുമാറ്റ രീതികളാകണം സഞ്ചരിക്കേണ്ടത്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ സ്വന്തം ഭർത്താവായ ഇണയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുപോലെ മക്കളെല്ലാവരും അവരുടെ ഇണകളെ സ്നേഹിച്ചു എന്നതല്ലേ ചരിത്രം, അതല്ലേ നമുക്ക് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിയല്ലേ സയ്യിദത്തുനാ ബീവി സൈനബ്. സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ആരാണ്? അബുൽ ആസ് ബിനുർ റബീഅ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പായിരുന്നു ഈ വിവാഹം. അന്ന് സഹോദരങ്ങളെ അത്തരത്തിലുള്ള നിയമങ്ങൾ ഇറങ്ങിയിട്ടില്ല. വേറിട്ട വിവാഹം പറ്റില്ല എന്ന നിയമം പിന്നീട് അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ഈ അബുൽ ആസ് ബിനുർ റബീഅ് ബദറിലേക്ക് പോകുമ്പോ അബൂജഹലിന്റെ കൂടെയാണ്. അബൂജഹലും കൂട്ടരും അബുൽ ആസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പോരാട്ടത്തിന് ഒന്ന് ശക്തിയും മൂർച്ചയൊക്കെ ഉണ്ടാകാൻ നിങ്ങളെ കീഴിൽ ഇപ്പൊ താമസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി മകളല്ലേ, ആ മകളങ്ങ് ഒഴിവാക്കിക്കൂടെ? അബുല്ലാസ് പറഞ്ഞു, വേറെ എന്തും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും, അത് മാത്രം സ്വീകരിക്കൂല. വേറെ എന്തും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ സ്വീകരിക്കും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പത്നിയെ ഒഴിവാക്കാൻ പറഞ്ഞ അതെനിക്ക് കഴിയില്ല. എന്തേ കാരണം? ഈ ഹിജാസ് മുഴുവനും മരിച്ചു വെറുക്കി നോക്കിയാൽ അതുപോലെ സ്നേഹം നൽകുന്ന, അതുപോലെ സഹകരണം നൽകുന്ന, അതുപോലെ അനുസരണമുള്ള ഒരു പെണ്ണിനെ എനിക്ക് കണ്ടെത്താൻ കഴിയില്ല. എവിടുന്നാ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ സ്നേഹം പഠിച്ചത്? സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ സ്നേഹം പഠിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മൾ അവർക്ക് സ്നേഹം കാണിച്ചു കൊടുത്ത് മാതൃകയാക്കിയാൽ പിന്നെ അതിന് വേറെ ക്ലാസിന്റെയും വേറെ വാലിന്റെയും ആവശ്യമില്ല. അവർ ജീവിതത്തിൽ അത് പകർത്തും, അനുഭവിക്കാൻ നമുക്ക് കഴിയും. അവരുടെ ആ ഒരുമ, അവരുടെ യോജിപ്പ്, അവരുടെ ഇണക്കം, അവരുടെ ഐക്യം ഒക്കെ കാണാൻ കഴിയും. രണ്ടും രണ്ട് സബീലായിട്ടാണ് ഉള്ളത്. അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അങ്ങനെയും സംഭവിച്ചേക്കാം, പാരമ്പര്യമായിട്ട് അങ്ങനെയും വന്നേക്കാം. അതും ദുർഘടമായ സംഗതി തന്നെയാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ ഒഴിവാക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. വേറെ എന്തും പറഞ്ഞോളൂ. അബുൽ ആസ് ബദറിലേക്ക് പോയി. ബദറിൽ തടവുകാരനായി പിടിക്കപ്പെട്ടു. യുദ്ധ തടവുകാരനായി അബുൽ ആസിനെ പിടിച്ചു. മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളംബരം ചെയ്തു. തടവുകാരെ മോചിപ്പിക്കാൻ മോചനദ്രവ്യം കൊടുത്തയച്ചാൽ തടവിലുള്ള ആളുകളെ വിട്ടേക്കാം, തടവുകാരെ മോചിപ്പിക്കണം. ആ സന്ദേശം സൈനബ് റളിയല്ലാഹു അൻഹയുടെ കാതിലെത്തി. സൈനബ് റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്ന, എന്റെ ഭർത്താവ് അബുൽ ആസും തടവുകാരനാണല്ലോ, എന്തിനാ മൂപ്പർ അങ്ങനെ പോയി എന്നല്ല ചിന്തിക്കുന്നത്. എന്റെ ഭർത്താവല്ലേ, ആ ഭർത്താവിനെ എനിക്ക് മോചിപ്പിക്കാൻ എന്തുണ്ട് എൻ്റെ കയ്യിൽ? ആകെയുള്ളൊരു മാലയുണ്ട്, വളയൊന്നുമില്ല.
വളയും മോതിരവും പാദസരവും ഒന്നുമില്ല, ആകെ ഒന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ പറയണം. കാരണം കുറെ ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കാൻ മടിയാണ്. ഒന്നാകുമ്പോ കൊടുക്കണമെങ്കിൽ എത്രമാത്രം സ്നേഹം വേണം. ഒറ്റൊരാഭരണേ ഉള്ളൂ, കാതിലൊന്നും വേറെ ഇല്ല, ഒരു മാല മാത്രമുണ്ട്. അതും ഖദീജ റളിയല്ലാഹു അൻഹ അവസാനം ധരിച്ചിരുന്ന മാല. മകൾക്ക് വേണ്ടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തിട്ട് സൈനബ് ബീവിക്ക് വീട്ടിൽ നിന്ന് പുതുനാരിയായി പോകുന്ന സമയത്ത് കൊടുത്തൊരു മാല. ആകെ അതേ ഉള്ളൂ. അതയച്ചിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞു ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ഉപ്പാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. അബുല്ലാസിനെ മോചിപ്പിക്കാനുള്ള മോചന ദ്രവ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, വേറെ എന്താണ് സൈനബിയുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല. ഒരു വെള്ളിയുടെ ആഭരണം പോലും വേറെ ഇല്ല. അപ്പൊ എന്താണ് അവരൊക്കെ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ ഒരു സ്നേഹത്തിന്റെ മൂല്യം എത്ര വലുതാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അത് കൊടുത്തയച്ചു. ആ പൊതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴേക്ക് തങ്ങൾ വിതുമ്പി കരഞ്ഞുപോയി. ആ മാല കണ്ട ഉടനെ തന്നെ തങ്ങൾ കരയുന്നത് കണ്ട് സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബിയേ കരയുന്നത്? തങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല, ഈ മാല കണ്ടപ്പോൾ എന്റെ ഖദീജയെ ഓർമ്മ വന്നുപോയി. എന്റെ ഖദീജ റളിയല്ലാഹു അൻഹ അവസാനം ധരിച്ചിരുന്ന ആഭരണമാണിത്. ഇതും ദരിതും അഴിച്ചു കൊടുത്തിട്ട് ഒരൊറ്റ നൂല് പോലും ശരീരത്തിലില്ലാതെയാണ് ദുനിയാവിൽ നിന്ന് വഫാത്തായി പോയത്. നിറഞ്ഞ ആഭരണങ്ങൾ ഉണ്ടായിരുന്ന ശരീരമാണത്. കയ്യിലും കാലിലും കഴുത്തിലും കാതിലുമായി ഇഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. മുഴുവനും എനിക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അവസാനമുള്ളൊരു മാല അതെന്റെ മകൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കൊടുത്ത മാലയാണിത്. ഈ മാല കണ്ടപ്പോൾ എന്റെ ഖദീജയുടെ ജീവിതം എനിക്ക് ഓർമ്മ വന്നുപോയി. 25 വർഷത്തെ സന്തോഷപൂർണമായ ജീവിതം, അതുല്യമായ സ്നേഹപരമായ ജീവിതം, ലോകത്ത് തുല്യതയില്ലാത്ത സ്നേഹങ്ങൾ കൈമാറിയ ജീവിതം എനിക്ക് ഓർമ്മ വന്നുപോയി. അവിടുത്തെ മുഖത്തിന്റെ വിശുദ്ധമായ കവിൾത്തടങ്ങളിലൂടെ കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ചാലിട്ട് ഒഴുകുമ്പോ സ്വഹാബത്തിനോട് തങ്ങൾ ചോദിച്ചു, ഈ മാല വേണോ അബുല്ലാസിനെ മോചിപ്പിക്കാൻ? അബുല്ലാസിനെ തടവിലാക്കിയ വ്യക്തി പറഞ്ഞു, സ്വഹാബി പറഞ്ഞു, വേണ്ട നബിയേ, ഈ മാല വേണ്ട, സൗജന്യമായി ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. അബുല്ലാസ് മക്കയിലേക്ക് പോകുന്നു. ഈ മാല സ്വഹാബത്ത് സ്വീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് ഓർമ്മകൾ പുതുക്കി നൽകിയ മാലയാണത്. സൈനബ് റളിയല്ലാഹു അൻഹ കൊടുത്തയച്ചത് കണ്ടോ സഹോദരങ്ങളെ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മൊത്തം അങ്ങ് ചുരുട്ടി കൊടുത്തയച്ചു എന്ന് വേണം പറയാൻ. മൊത്തം കൊടുത്തയച്ചു എന്ന് വേണം പറയാൻ. ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ സ്നേഹിക്കുന്ന സഹോദരിമാരും ഉണ്ട്. ഒറ്റപ്പെട്ട് ഭർത്താക്കന്മാരെ സ്നേഹം കൊണ്ട് ശരിയായ നിലക്ക്, സന്തോഷം കൊണ്ട് ശരിയായ നിലക്ക് സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ട്, ഇണകളുണ്ട്. സ്വർഗമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രതിഫലമായി പറഞ്ഞിരിക്കുന്നത്. ആഖിറത്തിൽ സ്വർഗം തീർച്ചയാണ്. അനുസരണത്തിനും അങ്ങനെയല്ലേ തങ്ങൾ വാഗ്ദാനം പറഞ്ഞത്? ഏറെ ഇബാദത്തുകൾക്കും അമലുകൾക്കൊന്നും അവസരങ്ങളില്ലാത്ത സഹോദരിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാ? പുരുഷന്മാർ നിർവഹിക്കുന്ന ജമാഅത്ത്, ജനാസ നിസ്കാരം, പൊതുപ്രവർത്തനങ്ങളായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ പലതും, അതിൻ്റെ ഒക്കെ സ്ഥാനത്ത് സഹോദരിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് എന്താണ്? കുറഞ്ഞ കാര്യമല്ലേ തങ്ങൾ ഏറ്റുപറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം ഇണക്ക് സേവനം ചെയ്യുന്നതും നിലപാടുകളോട് യോജിക്കുന്നതും പൊരുത്തം കാക്ഷിക്കുന്നതും ആവശ്യമുള്ള എല്ലാ ഘട്ടങ്ങളിലും സഹായിക്കുന്നതും സന്തോഷം നൽകുന്നതും യഅദിലു ദാലിക കുല്ലഹു,
പുരുഷൻ വരുന്ന ജമാഅത്തിനും ജുമുഅക്കും, രോഗിയെ സന്ദർശിക്കുന്നതിനും ജനാസ മറമാടുന്നതിനും, സാമൂഹ്യമായിട്ടുള്ള ഫർള് കിഫായകൾ നിർവഹിക്കുന്നതിനും മുഴുവനത്തിനും ഈ ചുരുങ്ങിയ കാര്യങ്ങൾ സമാനമാകും, തുല്യമാകും. പക്ഷേ അത് പറഞ്ഞിട്ടൊരു വാക്കുകൂടി തങ്ങൾ പറഞ്ഞുപോയി, വഖലീലും മിൻകുന്ന മൻ യഫ്അലൂ. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വളരെ ചുരുക്കമാണ്. അതുകൂടി തങ്ങൾ പറഞ്ഞു വെച്ചു. അങ്ങനെ ആ പറഞ്ഞ കറക്റ്റിൽ ജീവിക്കുന്ന ആൾക്കാർ, ആ നിലപാടുകളോടൊക്കെ ചോദിച്ച് യഥാർത്ഥ സ്നേഹം വാങ്ങുന്ന ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അബുല്ലാസ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിനെ, അബുല്ലാസിനെ യുദ്ധ തടവുകാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മക്കയിലേക്ക് വിട്ടയക്കുമ്പോൾ അബുല്ലാസിനോട് തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂടെയാണ് എൻ്റെ മകൾ താമസിക്കുന്നത്, ഇനി അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ എൻ്റെ മകളങ്ങോട്ട് പറഞ്ഞേക്കണം. മക്കയിലെത്തിയ അബുല്ലാസ് സന്തോഷത്തിനും ദുഃഖത്തിനും ഇടയിലാണ്. തടവിൽ നിന്ന് മോചനം കിട്ടിയെന്നുള്ള ചെറിയ സന്തോഷം ഉണ്ടെങ്കിലും തൻ്റെ സഹധർമ്മിണി താനുമായി വേർപിരിയുകയാണല്ലോ എന്ന അടങ്ങാത്ത ദുഃഖം. മുഖഭാവം വായിച്ചെടുത്തിട്ട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിങ്ങൾ മോചനം കിട്ടി വന്നെങ്കിലും നിങ്ങളെ മുഖത്തെന്തോ ഒരു വിഷമമുണ്ടല്ലോ, കാര്യമായിട്ട് എന്താ വിഷമം? എന്തോ ഒരു ദുഃഖം ഉണ്ടല്ലോ. മുഖം വായിച്ചാൽ അറിയൂലേ? അത് അറിയും, പക്ഷെ പലതും നമ്മൾ ചോദിക്കൂല അല്ലെ, ചോദിച്ചിടിഞ്ഞ് തലവെക്കാനാകൂല എന്ന് എഴുതിയിട്ട്. സ്വന്തം സഹധർമ്മിണിയുടെ മുഖത്തൊരു വിഷമുണ്ടെങ്കിൽ അത് ചോദിക്കണ്ട. ചിലപ്പോൾ ചോദിച്ചാൽ 10,000-ന്റെ ചെലവ് വേറെ വരും. ചോദിക്കണം. അത് ചോദിക്കലാണ് സ്നേഹം, പരിഹരിക്കലാണ് സ്നേഹം. അതിനൊക്കെയാണ് ഈ ദുനിയാവിൽ അല്ലാഹു തആല സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ തന്നത്. അല്ലാതെ ഉല്ലസിക്കാനും ആർഭാദിക്കാനും ആർഭാട ജീവിതം നയിക്കാനും ഇഷ്ടം പോലെ ഉണ്ട് എന്ന് നാലാൾ പറയാനൊന്നും അല്ല. അല്ലാഹു തആല തന്ന സൗകര്യം സംവിധാനങ്ങളൊക്കെ ഇതിനാ. അതാണ് ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. വേറെന്താ? വേറൊന്നുമില്ല. ഒരു പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മളെ ഇണയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്തോ ഒരു വിഷമം അങ്ങനെ കാണുന്നു. കൂടെ ഒരുമിച്ച് ഒരു കട്ടിൽ കിടക്കുന്ന ഇണയുടെ മുഖത്ത് നോക്കിയിട്ട് എന്താ വിഷമം? എന്തോന്നുണ്ടല്ലോ? ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് എന്തോന്നുണ്ടല്ലോ എന്ന് സംഗതി കാര്യമായിട്ട് നല്ല സ്നേഹമസൃണമായ പെരുമാറ്റത്തോടെ മനസ്സ് കീഴ്പ്പെടുത്തിയിട്ട് ചോദിച്ചു, എന്ത് വിഷമുണ്ടെങ്കിലും പറഞ്ഞോളൂ, എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പരിഹരിക്കും. നല്ലൊരു ബലപ്പെട്ട കാര്യം കിട്ടി. ഒന്നുമില്ല, ചെറിയൊരു വിഷമമുണ്ട്. എന്താ വിഷമം? വിഷയം പറഞ്ഞോളൂ. എന്താ വിഷമം? വിഷയം പറഞ്ഞോളൂ. ഉപ്പ വിളിച്ചിരുന്നോളൂ. എന്നിട്ട് എന്താ വിഷമം പറഞ്ഞു? ഒരു ട്രീറ്റ്മെന്റിന് പോകണം, അതിന് കുറച്ചുകൂടി കാശ് തികയാത്തൊരു വിഷമമുണ്ട്. എത്രയാ വേണ്ടത്? നമ്മൾ ആ തികക്കാനുള്ള കാശ് ചുരുക്കം സംഖ്യയാണെങ്കിലും അതങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവരെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു അൽഹംദുലില്ലയും ആ ഒരു സന്തോഷം, ഒരു സ്നേഹമില്ലേ, അതൊരു കാലത്തും കൊഴിഞ്ഞു പോകൂല, ഒരു കാലത്തും മുറിഞ്ഞു പോകൂല. നമ്മളെ ശരീരത്തിനൊരു മുള്ളു കുത്തുന്നത് പോലും അവരിഷ്ടപ്പെടൂല. കണ്ടറിഞ്ഞ സ്നേഹം എന്ന് പറയുന്ന ഇതാണ്. അതാ വേണ്ടത്. കണ്ടറിഞ്ഞ സ്നേഹം വേണം. വാക്കുകളിൽ മാത്രമല്ല, കണ്ടറിഞ്ഞ സ്നേഹം. സ്വന്തം ഇണ വിഷമിക്കുന്നൊരവസ്ഥ കാണുമ്പോ ഇപ്പൊ ചോദിച്ചാൽ തല വെക്കേണ്ടി വരും, തൽക്കാലം ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുക എന്ന് വിശ്വസിക്കുന്നതല്ല. അത് മൂടന്റെ പരിപാടിയാണ്. അവന്റെ വികാര വിചാരങ്ങൾ മാത്രം നിർവഹിക്കാനുള്ള ഒരു മേൽവിലാസമായിട്ട് കാണുന്ന ഒരു ഇണ എത്ര മോശ. അങ്ങനല്ല. സന്തോഷ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിക്കാനും അത് ഇബാദത്തിന് സഹായകമാകാനുമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അവിടെയാണ് സ്നേഹം, അതിനാണ് ആ സഹായം. അൽഹംദുലില്ലാ, എത്ര വട്ടം സ്നേഹത്തോടെ ഇഖ്ലാസുള്ള മനസ്സോടെ ആ പെണ്ണ് പറയും, പടച്ചോനെ, എൻ്റെ ഭർത്താവ് സഹായിച്ചിട്ടാണ് ഉപ്പാന്റെ ട്രീറ്റ്മെന്റ് ശരിയായ നിലക്ക് നടന്നത്. പുറത്തുനിന്നൊക്കെ കടം വാങ്ങിയിട്ട് എത്ര കുഴങ്ങേണ്ടി വരും. നല്ല ഒരു സംഖ്യയാണ് എൻ്റെ ഭർത്താവ് വെച്ച് തന്നത്. ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. പാതിരാത്രി എണീറ്റിട്ട് നമ്മുടെ സ്വന്തം ഇണ ദ്വേർക്കാണ്, പൊട്ടിക്കരഞ്ഞ് ദ്വേർക്കാണ്. തകർക്കരുതല്ല, കൊടുക്കരുത് അല്ല, കടബാധ്യത ഉണ്ടാക്കിയിട്ട് വിഷമത്തിലാക്കരുത് അല്ല. അള്ളാഹു ഫത്ത് ചെയ്ത് തരല്ലേ, സന്തോഷം തരല്ലേ. അങ്ങനെ ശരിക്കും അടുത്തറിഞ്ഞ ആ ഒരു ദുആഇന് ഒരു പ്രത്യേക സ്ഥാനല്ലേ? ഉണ്ട്. ശരിക്കും അനുഭവിച്ചറിഞ്ഞത് വേണം. ശരിയായ നിലക്കറിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദ്വാരക്കാറുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഭാഗത്തേക്ക് പറഞ്ഞയച്ചാൽ, അലി റളിയല്ലാഹു അൻഹു ആരാ? തങ്ങളെ മരുമകൻ.
ഏതെങ്കിലും ഇവിടെ മരുമകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ അല്ലേ? ആ വേറെ നാട്ടിൽ പോയ വേറെ അർത്ഥമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. മരുമകൻ അത് ഏത് ഭാഗത്തേക്ക് പറഞ്ഞയച്ചാലും തങ്ങൾ ദ്വാരക്കും അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ തുരിയനി അലിയാ, എന്റെ അലിയിനെ എനിക്ക് കാണിക്കുന്നത് വരെ എന്നെ നീ മരിപ്പിക്കരുത് അല്ലാ. പോയ ഭാഗത്ത് നിന്ന് എന്റെ അലി തിരിച്ചു വരണം, എനിക്ക് കാണണം. എന്താണ് ആ ദുആ? അല്ലാ, എന്താണ് ആ ദുആ സഹോദരങ്ങളെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മകൾക്ക് ഇണയാകാൻ വേറൊരാൾ കിട്ടൂല എന്നുള്ള നിലക്കാണോ? അല്ലല്ലല്ല, ഇഷ്ടം പോലെ ആളുകൾ കിട്ടും. പക്ഷേ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള അവാജ്യമായ സ്നേഹമാണത്. അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ തുരിയനി അലിയാ, അലി റളിയല്ലാഹു അൻഹുവിനെ കാണിക്കുന്നത് വരെ എന്നെ വഫാത്താക്കരുത്, മരിപ്പിക്കരുത് അല്ലാഹ്. എന്താ ദുആ? മാര് ദ്വാരക്കല്ല അങ്ങനെ. എൻ്റെ മോന് പോയി 2 കൊല്ലം ആയിട്ടുള്ളൂ, നല്ല റാഹത്തോടൊക്കെ ചെയ്ത് തിരിച്ചു വന്നിട്ട് എനിക്ക് കാണണം പഠിച്ചോനെ. അപ്പ ദ്വാരക്കൂലേ, ഉമ്മ ദ്വാരക്കൂലേ, ഇണകൾ ദ്വാരക്കൂലേ? സ്നേഹത്തിലുള്ള ദുആ. എന്റെ വിഷയം മറക്കരുത്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ഉള്ള ആഭരണങ്ങൾ മൊത്തം കൊടുത്തു എന്ന് പറയണം. വേറല്ല, മൊത്തം കൊടുത്തു എന്ന് തന്നെ പറയണം. ഇങ്ങനെ മൊത്തം കൊടുത്തത് എവിടുന്നാ പകർത്തിയത്? ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പകർത്തിയതാണ്. ഉമ്മയല്ലേ ഉപ്പാക്ക് വേണ്ടി ഇതുപോലെ സംഭാവന ചെയ്തത്, ഞാനും അതല്ലേ ആവർത്തിക്കേണ്ടത്? ആ സ്നേഹമല്ലേ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്? ഭർത്താവിനോട് ചോദിച്ചു, എന്താ നിങ്ങളെ മുഖത്തൊരു വിഷമം? ഒന്നുമല്ല, നിങ്ങളുടെ ഉപ്പ നിങ്ങളോട് മദീനയിലേക്ക് പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, നീ പോകുന്നു എന്ന നിലക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. എനിക്ക് മോചനം കിട്ടി എന്നൊരു ചെറിയ സന്തോഷത്തെക്കാളും എൻ്റെ മനസ്സിനെ പിടിച്ചുലക്കുന്നത്, എൻ്റെ മനസ്സിനൊരു വ്യഥയായി കൊണ്ടിരിക്കുന്നത് നിന്റെ വേർപാടാണ് സൈനബേ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹേ വാഹനത്തിൽ യാത്രക്ക് തയ്യാറാക്കി സ്വന്തം സഹോദരൻ കിനാനയോട് പറഞ്ഞു, ഈ വാഹനത്തിന്റെ പിന്നിലൊരു വാഹനം ഓടിച്ച് സൈനബ് ബീവിക്കൊരു പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾ മദീനയുടെ അതിർത്തിയിലേക്ക് പുറപ്പെടണം. അവിടെ അലി റളിയല്ലാഹു അൻഹും സഹാബിമാരും ഉണ്ടാകും. അവരെ കൂട്ടത്തിലേക്ക് സൈനബ് ബീവിയെ ഏൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വരണം. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പോകുന്നു എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ അങ്ങനെ പോകുന്നു എന്ന് മുശ്രിക്കുകൾ അറിഞ്ഞപ്പോ അവർക്ക് രോഷം കൂടി. അങ്ങനെ പോകാൻ വിടൂല. അവരാ വാഹനം തടഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, അബുല്ലാസ് ഏത് കൂട്ടരെ കൂടെയാണോ പോയത് അവരാ തടഞ്ഞത്. ഇനി മനസ്സിലാക്കണം, അബുല്ലാസിന് ആരോടാ സ്നേഹം? ഇനി തിരിച്ചറിയണം, സ്വന്തം പാർട്ടിയോടാണോ സ്നേഹം, സ്വന്തം ഇണയോടാണോ സ്നേഹം? തിരിച്ചറിവ് വേണം. സൈനബ് ബീവിയെ തടഞ്ഞു, വാഹനം പിടിച്ച് കുലുക്കി. മഹദി വാഹനത്തിൽ നിന്ന് താഴെ വീണു. ഗർഭിണിയായ മഹദിയുടെ ഗർഭം അലസിപ്പോയി. ഇതറിഞ്ഞിട്ട് അബുല്ലാസ് ഓടി വന്നിട്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നല്ല അമ്പെയ്ത്തുകാരനാണ്. നിങ്ങളെ മുഴുവനും അമ്പെയ്ത് കൊണ്ട് തോൽപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, ശക്തി എനിക്കുണ്ട്. അതിനുള്ള എല്ലാവിധ കളറിയും ഞാൻ നേടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പക്ഷത്തല്ല, എൻ്റെ ഇണയുടെ പക്ഷത്താണ്. എൻ്റെ ഇണയെ സ്വസ്ഥമായി സ്വച്ഛന്തമായി യാത്രക്ക് അനുവദിക്കണം. വല്ലാതെ വന്നിട്ട് അവരോട് കയർത്തപ്പോൾ അബൂ സുഫിയാൻ ഓടി വന്നിട്ട് രംഗം ശാന്തമാക്കിയിട്ട് പറഞ്ഞു, അബുൽ ആസിനെ ദേഷ്യം പിടിപ്പിക്കരുത്, സൈനബ് ബീവി പോയിക്കോട്ടെ, മാർഗങ്ങൾ സ്വസ്ഥമാക്കി കൊടുക്കണം, സുഗമമാക്കി കൊടുക്കണം. അവർ വിട്ടൊഴിഞ്ഞു മാറി. നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ തെറിപ്പിക്കും. അബുല്ലാസ് പറഞ്ഞു, ആണയിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരു നിലക്കും വിടൂല. എൻ്റെ ഇണയെ പറഞ്ഞേക്കാൻ നിങ്ങൾ സമ്മതിക്കണം. അബുല്ലാസ് സൈനബ് ബീവി അങ്ങ് പറഞ്ഞയച്ചെങ്കിലും ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ അബുല്ലാസിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ഇല്ലാതെ. അല്ലേ? നിങ്ങൾ നോക്കി, എന്തെങ്കിലും നമ്മളെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യന്റെ കാരണം കൊണ്ടോ ഭാര്യ ഒന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് പോയാൽ നമ്മൾ എന്തു പറയും? പോവുകയാണെങ്കിൽ പോകട്ടപ്പാ, ഇവിടെ പരിപ്പും വേഗം ഉരുളക്കിഴങ്ങും വേഗം, ഹോട്ടലിൽ നിന്നൊക്കെ ഫാസ്റ്റ് ഫുഡ് വാങ്ങാൻ രാവിലെയും കിട്ടും, ഉച്ചക്കും കിട്ടും, 2 മണിക്ക് കിട്ടും. നമ്മക്കെന്താ, കഴിഞ്ഞില്ലേ? അവരുണ്ടാക്കി തരുന്ന ഒരു പത്തിരിയുടെ ഒരു അപ്പത്തിന്റെ ടേസ്റ്റ് ഉണ്ടാകുമോ സഹോദരങ്ങളെ? നമ്മൾ എവിടുന്ന് വാങ്ങിയാലും ഉണ്ടാകുമോ? ഉണ്ടാകൂല, കിട്ടൂല.
അവരുണ്ടാക്കി തരുന്ന ചെറിയൊരു വിഭവത്തിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുമോ വേറെ എവിടുന്നെങ്കിലും നമ്മൾ വാങ്ങുന്നതിന്? നമ്മൾ അങ്ങോട്ട് പോകണം. എന്തെങ്കിലും കശപിശണ്ടായാൽ പറഞ്ഞ് തിരുത്തി റെഡിയാക്കി വരണം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഒന്നായിട്ട് കുഴപ്പിച്ച ആ മാർഗങ്ങൾ ഒന്നായിട്ട് റെഡിയാക്കിയിട്ട് തകർക്കാൻ വേണ്ടി നോക്കല്ലേ ചെയ്യേണ്ടത്. മക്കൾക്കിടയിലും മരുമക്കൾക്കിടയിലും സ്നേഹത്തിന് വല്ല കുറവും വന്നാൽ ഒന്നുകൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രതികരിച്ചിട്ട് സ്നേഹം മൂട്ടി ഉറപ്പിക്കണം. അങ്ങനെ വേണ്ടത്. ഒറ്റയടിക്ക് നിനക്ക് പറ്റൂലെങ്കിൽ വിട്ടേക്ക്, അതല്ല ഇതിന്റെ മാർഗം. ഒരുപക്ഷെ വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ അയാൾ വിട്ടുവെന്ന് കൂട്ടുക, നമുക്ക് വേറെ കിട്ടിയെന്നും കൂട്ടുക. പക്ഷെ ചേർന്നില്ല എന്ന് വരും. ഒരു കാലത്ത് സങ്കടങ്ങൾ തീരാത്ത രൂപത്തിലായി വരും. നല്ല ഇണക്കത്തോടെ ഐക്യത്തോടെ പോകുന്നത് യോജിപ്പിക്കാനാ നോക്കേണ്ടത്, അതിനാ ശ്രമിക്കേണ്ടത്. സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചെറിയ ഒരു ദേഷ്യം വന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഒരു വർത്തമാനത്തിലുള്ള ചെറിയൊരു സൗന്ദര്യപ്പണക്കാണ്. അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ടൈമിലാണ് അങ്ങോട്ട് വരുന്നത്. ചോദിച്ചു, എവിടെ അലിയാരെവിടെയെന്ന് ചോദിച്ചു. തങ്ങൾ വീട്ടിൽ വന്നിട്ട്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യം ഒന്ന് മൗനം പാലിച്ചു. അല്ല, എവിടെ പോയി ആളെന്ന് ചോദിച്ചു. ഇവിടെ ചെറിയ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വർത്തമാനം ഉണ്ടായിരുന്നു, അങ്ങനെ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് എവിടേക്കാ പോയത്? ഇതിലെങ്ങനെ പോയെന്ന് ഒരുപക്ഷെ പള്ളിയിലുണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടക്കുന്നുണ്ട്. ഒരു വിരിപ്പ് വിരിച്ചിട്ടാ കിടക്കുന്നത്. മദീനത്തെ പള്ളിയിലല്ലേ, അന്ന് ആ പള്ളി ഇങ്ങനെ തേച്ച് മിനുക്കിയിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ആ വിരിയുടെ ഒരു ഭാഗം നീങ്ങിയിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം മണ്ണിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. മണലിലേക്ക് വന്നിങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട്. ഉറങ്ങാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ വിളിച്ചു. എങ്ങനെ വിളിച്ചത്? യാ അബാ തുറാബ്. അന്ന് വരെ വിളിക്കാത്തൊരു വിളിയാണ്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ വിളി എൻ്റെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ള വിളിയായി മാറി, സന്തോഷമുള്ള വിളിയായി മാറി. പേരല്ല വിളിച്ചത്, മനസ്സിലാകുന്നില്ലേ? നല്ല വിളിക്കുന്നൊരു പേര് അല്ലെങ്കിൽ സ്ഥാനപ്പേര് മറ്റുള്ള പേര് വിളിക്കണം. കാരണം വിഷയരമ്യമായി പരിഹരിക്കാനാണ്. അപ്പൊ പേര് വിളിക്കുക ഒന്നുകൂടി റൈസാവും. അങ്ങനല്ല വേണ്ടത്. അവിടെ നമ്മൾ പരിഹരിക്കാൻ പോകുന്ന ആളെ ആ മരുമകൻ എന്താണോ വീട്ടിൽ വിളിക്കുന്ന ഒരു വിളിപ്പേര്, ആ വിളിപ്പേര് അല്ലെങ്കിൽ അതിനോട് സ്നേഹത്തൊരു പേര് വിളിക്കുമ്പോൾ ആ വിളിയോടുകൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടും. അബാ തുറാബ് എന്ന് വിളിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുത്തിട്ട് എഴുന്നേൽപ്പിച്ചു. മണ്ണൊക്കെ തട്ടി റെഡിയാക്കി തങ്ങൾ തോളിൽ കൈവച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്താണ് വിഷയങ്ങളെന്ന് ചോദിച്ചു. ഒന്നുമില്ല നബി, അത് ചെറിയ സൗന്ദര്യ പ്രശ്നമാണ്, അതൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. എവിടെ തീർന്ന്? എപ്പോഴാ തീർന്നത്? ഈ വിളിയിലാ തീർന്നത്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഏറ്റവും അതിന്റെ ശേഷം ഇഷ്ടമുള്ള വിളി ആ വിളിയാണ്. ഏത് വിളി? അബൂ തുറാബ് എന്ന വിളി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ ഒരു സ്നേഹത്തിന്റെ വിളിയാണത്. ആ വിളിക്ക് എത്രയും വലിയ വിലയാണ് അലി റളിയല്ലാഹു അൻഹു കണ്ടത്. നോക്ക്, നിങ്ങളൊരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോ ഒരു സ്നേഹത്തിന്റെ സമീപനത്തിലൂടെ അത് പരിഹരിച്ചു രമ്യമായി, സ്നേഹഭാഷണത്തിലൂടെ. അങ്ങനെയാ വേണ്ടത്. അങ്ങനെയാ നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. അത് മക്കൾക്കിടയിലാണെങ്കിലും അങ്ങനെ വേണം, സഹോദരങ്ങൾക്കിടയിലാണെങ്കിലും വേണം, അയൽവാസികൾക്കിടയിലാണെങ്കിലും വേണം. സ്നേഹപരമായ സമീപനവും സംഭാഷണവും ഒരുപാട് പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാൻ കഴിയും. സ്നേഹത്തിന്റെ ഇടപെടലാണ്. ആൾ എത്ര വലിയ മോശക്കാരനാണ്, സ്നേഹത്തിന്റെ ഇടപെടലാണോ പെട്ടെന്ന് പരിഹാരമാകും. അങ്ങനല്ലേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയൽക്കാരന്റെ കള്ളുടി മാറ്റിയത്? നമ്മളെന്താ ചെയ്യാ? അതാരാ? അതിന്റെ അയൽവാസിയാണ്. ഫുൾ ടൈം കുടിയനാണ്. ഞാൻ അയാളെ നോക്കാറന്നല്ല. ഓ, നിങ്ങൾ നോക്കിയിട്ടില്ല, ഇപ്പൊ അയാൾ എന്താവും? നിങ്ങൾ നോക്കാ വേണ്ടത്, തിരുത്താ വേണ്ടത്, കൂടെ പിടിച്ച് നന്നാക്കാ വേണ്ടത്. അങ്ങനല്ലേ വേണ്ടത്? അങ്ങനെ വേണ്ടത്. വെറുക്കല്ലേ വേണ്ടത്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളിൽ പെട്ടുപോയതായിരിക്കും അല്ലേ? ഒരാളിപ്പോ ജനിക്കുമ്പോ തന്നെ കുപ്പിയോട്ട് വന്നാണെങ്കിൽ കുടിക്കല്ലോ. ഏതെങ്കിലും കൂട്ടുകാരുടെ കറക്കത്തിലോ ഏതെങ്കിലും ഒരു സന്തോഷവേളയിൽ കുടിച്ചിട്ട് അങ്ങനെ അതൊരു സന്തോഷമായി തോന്നിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സൗജന്യമായി നുണപ്പിച്ചിട്ട് അങ്ങനെ കൂടിയിട്ടോ ഒക്കെ ആയിരിക്കാം. വെറുക്കരുത് അവനെ. തെറ്റുകാരനെ വെറുക്കരുത്, അവനെ കുറ്റപ്പെടുത്തരുത്, ആക്ഷേപിക്കരുത്, ശാപപ്രാർത്ഥന നടത്തരുത്. അതൊക്കെയാണ് നമ്മളെ നാവുന്ന സാധാരണ വരിക. ഓൻ കുടുങ്ങട്ടെ, ഓൻ തൊലയട്ടെ, ഇനി എന്തേ പറഞ്ഞ മൈക്കോടൊക്കെ കൂടി പറയാൻ കഴിയൂല. ചിലപ്പോൾ ആരെങ്കിലൊക്കെ അതിന്റെ അപ്പുറത്ത് ആമീൻ എഴുതിയാലും ബുദ്ധിമുട്ടാണ്. അങ്ങനൊന്നും പറയരുത്. അയാളെ സമീപിക്കാൻ കഴിയണം, തിരുത്താൻ കഴിയണം.
അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എത്ര വലിയ പണ്ഡിതനാണ്. വീട് വിട്ടാൽ പള്ളി, പള്ളി വിട്ടാൽ വീട്, ഇങ്ങനെയാണ് മഹാനവറുകളുടെ സഞ്ചാരം. എന്നും ഇശാഇന്റെ ശേഷം വീട്ടിലെത്തുമ്പോ അയൽക്കാരന്റെ പാട്ട് കേൾക്കും. നീണ്ടു നിൽക്കുന്ന പാട്ടാണ്, ഒന്നും രണ്ടും വരിയല്ല, ഒരു വരി എല്ലാവർക്കും ഓർമ്മയുണ്ട്. അത് ആവർത്തിച്ച് പാടുന്ന വരിയാണ് അല്ലാഊനി വഅയ്യു ഫതൻ അല്ലാഊ ലിയൗമി കരീഹത്തിൻ വസിദാദി സഗ്രി. അങ്ങനെ പാട്ട് പാടും. പാട്ട് പിന്നെ ഓർമ്മ ഉള്ളതൊക്കെ വരുമല്ലോ, അങ്ങനെ പാടും അയൽവാസി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാഇന്റെ ശേഷം ഒരു ദിവസം വന്നപ്പോ, അല്ല അന്ന് നമ്മളെ പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു ഭാര്യയോട്. അയൽക്കാരനോടോ പോയോന്ന് ചോദിച്ചാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇണ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ? എന്ത്? ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസുകാർ. ഇന്ന് ഉച്ചക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? കുടുംബം കൊടുത്ത പരാതി തന്നെ. വാപ്പയും ഉമ്മയും കുടുംബക്കാരും സഹിക്കാൻ കഴിയാഞ്ഞിട്ട് കൊടുത്താണ്. കുറച്ചു കാലം അവിടെ നിന്നിട്ട് അച്ചടക്കൊക്കെ സ്വീകരിച്ച് നന്നായി വരട്ടെ എന്ന് പരാതി കൊടുത്തു വിട്ടു. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹംദ് പറഞ്ഞോ? ഇല്ല. കിടന്നുറങ്ങിയോ? ഇല്ല. ഭക്ഷണം കഴിച്ച് വാഹനത്തിൽ നേരെ പുറപ്പെട്ടു. പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പോലീസ് സൂപ്രണ്ട് ഇമാം അവർകളെ വരവ് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടി ഓടി വന്നു. ഉസ്താദേ, എന്തിനു വന്നു? ഒരാളെ വിട്ടാൽ പോരെ, ഞങ്ങൾ അങ്ങോട്ട് വരൂലേ? നാട്ടുകാര് അഖിലം ബഹുമാനിക്കുന്ന വലിയ ബഹുമാനിതനായ പണ്ഡിതൻ, സ്വഹാബത്തിനെ കണ്ട് ദീന് പകർത്തിയ വലിയ മഹാൻ, ഇമാമുകളെ കൂട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ മഹത്വത്തിന്റെ ഉടമയാണ്. സഹോദരങ്ങളെ, അബൂ ഹനീഫ ഇമാമിനോട് ജയിൽ സൂപ്രണ്ട് ചോദിക്കുന്നു, ഒരു എഴുത്ത് കൊടുത്തയച്ചാൽ പോരെ, ഞങ്ങൾ അങ്ങോട്ട് വരൂലേ? എന്തിനാ ഉസ്താദ് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എൻ്റെ അയൽവാസിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്ന് ഉച്ചക്ക് തടവിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ബാപ്പാന്റെ ഉമ്മാന്റെ കുടുംബക്കാരൊക്കെ പരാതി ഇങ്ങനെ ഇടക്കിടക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും പറഞ്ഞ് സോൾവ് ആക്കാറുണ്ട്. പക്ഷേ നിർവാഹമില്ലാതെ നമുക്ക് കൊണ്ടുവരേണ്ടി വന്നു. അത്രയും കടുത്ത പരാതിയാ വന്നത്. ആള് ചെറിയ കുഴപ്പമൊന്നുമല്ല, വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആളൊന്ന് വിളിക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. നമ്മളാണെങ്കിൽ കുഴപ്പങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയോ? ആ, എന്നാ അവിടെ തന്നെ കുറച്ച് മുറുക്കുള്ള സെല്ലിലിട്ട് കൂട്ടിക്കോളി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു 40 കൊല്ലം കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. അപ്പോഴേക്ക് ഏകദേശം ഒരു 70-80 ആകുമല്ലോ. പിന്നെ അങ്ങനെ വന്ന് റെഡി ആയിക്കോളും. അങ്ങനല്ല, നല്ല ചെറുപ്പക്കാരനെ, രക്തത്തിളപ്പുള്ള ആളെ തന്നെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് പുറത്തു വന്നപ്പോഴേക്ക് ആള് മാറി. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, നിങ്ങൾ കുടിച്ചോന്നോ, നിങ്ങൾ ഇടങ്ങേറാക്കിയെന്നോ, കുടുംബക്കാരൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഒന്നും പറഞ്ഞില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒന്ന് തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട്, എന്താ ഇവര് നിങ്ങളെ പിടിച്ചു കൊണ്ടുവന്നോ? സാരല്ല, അതൊക്കെ ശരിയായിക്കോളും. അപ്പൊ ഉടനെ തന്നെ മഹാൻ അവറുകളുടെ മുന്നിൽ വെച്ച് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഇനി ഒരു കാലത്തും ഞാൻ മദ്യപിക്കില്ല. എനിക്ക് വേണ്ടി ഉസ്താദ് വരുമെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും നനച്ചിട്ടില്ല. എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഉസ്താദ് വരുമെന്ന് ഒരിക്കൽ പോലും എന്റെ മനസ്സിലൊരു സങ്കല്പമുണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ, ലാ അശ്റബു അബദാ, ഒരു കാലത്തും ഞാൻ കുടിക്കില്ല. ഞാനത് നിർത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്. സ്നേഹമസൃണമായ ആ ഒരു സമീപനം കൊണ്ട് ആ കുടുംബത്തിലെ ആ നാട്ടിലെ മൊത്തം ആളുകൾക്കും സമാധാനം വന്നില്ലേ? സ്നേഹം വന്നില്ലേ? സഹോദരങ്ങളെ, ഈ ഒരു സ്നേഹത്തിന്റെ സമീപനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറ്റേ മാറിപ്പോയതാണ്. പരസ്പര സ്നേഹം എന്ന് പറയുന്നത് സ്വപ്നമായി മാറിയത്. സുബ്ഹാനല്ലാഹ്. അബുൽ ആസ് ഇബ്നു റബീഅ ഒറ്റയ്ക്ക് കഴിയുന്നു വീട്ടില്. ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല, എനിക്ക് എന്റെ ഇണയെ കാണാൻ മദീനയിലേക്ക് പോകണം. അബുൽ ആസ് ഇബ്നു റബീഅ മദീനയിലെത്തി. 2 ദിവസമേ മക്കയിൽ വന്നിട്ട് ആയിട്ടുള്ളൂ. അബുൽ ആസ് ഇബ്നു റബീഅ മദീനയിലെത്തിയിട്ട് അന്വേഷിച്ചു, സൈനബ് ബീവി ഏത് വീട്ടിലാ താമസിക്കുന്നത്? സൈനബ് ബീവി റളിയല്ലാഹു അൻഹ, എന്റെ ഭർത്താവ് വന്നു
വന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ നേരെ വീട്ടിൽ നിന്നിറങ്ങി മദീന പള്ളിയിലേക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കാരത്തിലാണ്. ജമാഅത്ത് കഴിഞ്ഞുകൊണ്ട് തങ്ങൾ പുറത്തിറങ്ങുമ്പോ സൈനബ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അബുൽ ആസ് വന്നിരിക്കുന്നു, ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു. അത് മറ്റൊരു സ്നേഹമാണ്. അബുൽ ആസ് അപ്പോഴും ഷഹാദത്തിൽ വെള്ളിയിട്ടില്ല. പക്ഷേ സ്വഹാബത്ത് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ അബുൽ ആസിനെ ബദറിൽ വെച്ച് കണ്ട സ്വഹാബത്തൊക്കെ പള്ളിയിലുണ്ട്. അവരോടൊക്കെ തങ്ങൾ പറഞ്ഞു, എന്റെ സൈനബ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്താ പറഞ്ഞത്? അഭയം കൊടുത്തിരിക്കുന്നു. ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യ സ്നേഹ സമീപനമാണ്. ഒരാൾക്കത് എത്ര ശത്രുവാണെങ്കിലും ഒരു മുസ്ലിം അഭയം കൊടുത്താൽ ബാക്കി ആരും തൊടാൻ പാടില്ല. അങ്ങനെയാണ്. ആളിന്റെ വാപ്പാനെ കൊന്നൊന്നും പറയാൻ പാടില്ല. അഭയം ഞാൻ കൊടുത്തോ, എല്ലാവർക്കും പരിഗണന, എല്ലാവർക്കും ഇത് ബാധകമാണ്. ദിമ്മത്തുൽ മുസ്ലിമീന വാഹിദ. ഒരാൾ അഭയം കൊടുത്താൽ ആ അഭയം എല്ലാവർക്കും ബാധകമാണ്. എന്റെ മകൾ പറയുന്നത് കേട്ടില്ലേ? അബുല്ലാസ് വന്നിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോ കല്ലെറിയാൻ നിൽക്കണ്ട. അബുല്ലാസ് എന്റെ മകളുടെ സംരക്ഷണത്തിലാണ്, അഭയത്തിലാണ്, ഒന്നും ചെയ്തേക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മകളോട് പറഞ്ഞു, ഭർത്താവാണ് വന്നത്, അവിടെ താമസിച്ചോട്ടെ, പക്ഷെ ഒപ്പം കിടക്കരുത്, ഒപ്പം താമസിക്കരുത്. സെപ്പറേഷൻ അല്ലാഹു നിയമം ഇറക്കിയിട്ടുണ്ട്. വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനൂ വലാ അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബകും വലാ തുൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന വലാ അമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ വലൗ അഅജബതുകും. മുശ്രിക്കും മുഅ്മിനും തമ്മിൽ വിവാഹത്തിൽ ഏർപ്പെടരുത്. നിയമങ്ങൾ ഇറങ്ങിപ്പോയി, അതുകൊണ്ട് ഒരുമിച്ച് കഴിയരുത് എന്ന് പറഞ്ഞു. സൈനബ ബീവി റളിയല്ലാഹു അൻഹ പള്ളിയിൽ നിന്ന് എന്താ വിവരം കിട്ടിയ വിവരമായിട്ട് ഇങ്ങനെ വരുന്നത് കാത്തു നിൽക്കുന്നു അബുല്ലാസ്. അബുല്ലാസ് ചോദിച്ചു, എന്തേ ഉപ്പ പറഞ്ഞു? ഉപ്പ അങ്ങനെ പറഞ്ഞു. ഉപ്പ അങ്ങനെ പറയുന്നു എനിക്കറിയാം, ഞാനത് തീർച്ചപ്പെടുത്തി വന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഒരു വലിയ സ്നേഹം അബുല്ലാസിനെ എത്തിച്ചേർത്തിയത് വിശുദ്ധമായ ഇസ്ലാമിലേക്കാണ്, ഈമാനിലേക്കാണ്. ആ അനന്യമായ സ്നേഹമാണ് അബുല്ലാസിന്റെ മനസ്സ് വിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രകാശിതമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഈ സ്നേഹം അവര് പകർത്തിയെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും അങ്ങനെ ഒരു സ്നേഹമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് റമളാൻ മാസത്തിൽ കുറച്ച് നോമ്പൊക്കെ ഖളാ ആകും. ഹൈദ് വരുമല്ലോ, അപ്പൊ ഒരു 6 or 7 ദിവസത്തെ നോമ്പൊക്കെ എനിക്ക് ഒഴിവാകും. പക്ഷെ ആ നോമ്പ് ഞാൻ വീട്ടുന്നത് പിറ്റത്തെ റമളാന്റെ മുമ്പുള്ള ശഅബാനിലാണ്. അപ്പൊ എത്ര മാസം കഴിഞ്ഞിട്ട്? 11 മാസം കഴിഞ്ഞിട്ട് അല്ലേ? എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തൊക്കെ പകലിൽ എന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന് ഒരുക്കമാണ്. നോമ്പ് നോറ്റാ കഴിയോ? നോമ്പ് നോറ്റാ പിന്നെ ശാരീരിക ബന്ധത്തിന് നടക്കൂലല്ലോ. അപ്പൊ പിന്നെ ശഅബാനിൽ തങ്ങൾ കുറെ നോമ്പ് നോൽക്കാറുണ്ട്. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോൽക്കുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ടുകൂടി ആ തങ്ങൾ പറഞ്ഞത് ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ്. ഞാൻ ഏറ്റവും അധികം റമളാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന മാസമാണ് ശഅബാൻ. ശഅബാനിൽ തങ്ങൾ നോമ്പ് നോൽക്കുമ്പോ റമളാനിലെ നോമ്പ് ഞാൻ ആ ശഅബാനിൽ ഖളാ വീട്ടും. 11 മാസക്കാലവും റെഡിയായി നിൽക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും പകലിൽ എന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ തടസ്സം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ്. എന്താണ് ആ സ്നേഹം? എന്താണ് ആ സഹകരണം? ഫർള് നോമ്പ് ഖളാ വീട്ടുന്നിടത്താണ് ഇത്രയും വലിയൊരു ഒഴിവിലേക്ക് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു സ്നേഹം സമർപ്പിച്ചതെങ്കിൽ നമ്മൾ പഠിക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. പരസ്പരമുള്ള സ്നേഹം ഒരു ഭാഗം മാത്രമല്ല. സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അവർ വീട്ടിൽ കരഞ്ഞൊരു നിമിഷമുണ്ട്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിൽ കരഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയെ ചേർത്ത് പിടിച്ചു.
ചേർത്ത് അണച്ചുകൂട്ടി പിടിച്ചു. സഹോദരങ്ങളെ, സ്വന്തം ഇണയെ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നത്, മക്കളെ ചേർത്ത് പിടിക്കുന്നത്, പേരക്കുട്ടികളെ ചേർത്ത് പിടിക്കുന്നത്, അത് സ്നേഹത്തിന്റെ വലിയ ഉദാഹരണമാണ്. ചെറിയ കുട്ടികളോട് വാത്സല്യം കാണിക്കുന്നത് മനസ്സിൽ റഹ്മത്തുണ്ട്, അത് വറ്റാതെ കിടക്കുന്നുണ്ട് എന്നതിന്റെ വലിയൊരു കാര്യമാണ്. മക്കളെ അന്യരായി കാണരുത്. മക്കളെ അന്യരായി കാണുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ സംജാതമായി കൊണ്ടിരിക്കുന്നു. ഈ 2-3 മാസങ്ങൾക്കുള്ളിൽ എത്ര കുഞ്ഞുങ്ങളെയാണ് മാതാക്കൾ കൊന്നത്? മാതാക്കളുടെ മനസ്സെങ്ങനെ അതിനനുവദിച്ചു എന്ന് ഞാൻ കുറെ കാലം ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും വലിയ വാത്സല്യമുള്ള, ഏറ്റവും വലിയ സ്നേഹമുള്ള റഹ്മത്ത് എന്ന് പറയുന്ന വാക്ക് തന്നെ വരുന്നത് റഹ്മ് എന്ന വാക്കിൽ നിന്നാണ്, ധാതുവിൽ നിന്നാണ്. റഹ്മ് എന്ന പദത്തിന്റെ യഥാർത്ഥാർത്ഥം ഗർഭാശയമെന്നാണ്. ഗർഭാശയമുള്ളത് ആണിനല്ലല്ലോ, പെണ്ണിനാണല്ലോ. ആ വാക്കിൽ നിന്നാണ് റഹ്മത്ത് വരുന്നത്, കാരുണ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ പര്യായമായി മാറേണ്ട മാതാക്കൾ എങ്ങനെ കൊല ചെയ്തു, എങ്ങനെ സ്വന്തം മകന്റെ മുഖത്ത് നോക്കി കൊല്ലാൻ കഴിഞ്ഞു, ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടാത്ത ഒന്നാണ്. ഉമ്മയുടെ സ്നേഹം അത് മരീചികയായി മാറിയാൽ, ഉപ്പയുടെ സ്നേഹം കിട്ടാക്കനിയായി മാറിയാൽ, മക്കള് സ്നേഹം പകർത്തുന്നതും അന്വേഷിക്കുന്നതും എവിടെ നിന്നാണ്? ഈ മക്കൾക്ക് ആരാ സ്നേഹം നൽകാനുള്ളത്? ആരാ സ്നേഹം പകർത്തിക്കൊടുക്കാനുള്ളത്? ഉമ്മമാരെ, എന്തൊരു ഗുരുത്തക്കേട്, എന്തൊരു കുസൃതി മക്കൾ കളിച്ചാലും അവരെ ആക്ഷേപത്തിന്റെ ഒരു ദുആ നടത്തരുത്. ഉപ്പമാരോടും ഉമ്മമാരോടും അങ്ങനെ ഒരു അപേക്ഷ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് ബാപ്പമാരുടെയും ഉമ്മമാരുടെയും സ്നേഹത്തെ പരിഗണിച്ചാണ്. ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങൾ മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത്. എത്ര വലിയ മുസീബത്ത് അവരിൽ നിന്ന് സംഭവിച്ചാലും പ്രതികൂലമായി ദ്വാരക്കരുത്. കുസൃതി നല്ലോണം കൂടി വന്നാലും, ബാപ്പക്കും ഉമ്മക്കും ദഹിക്കാത്ത വിഷയങ്ങൾ വന്നാലും അനുകൂലമായിട്ടേ പ്രാർത്ഥിക്കാവൂ. നിങ്ങളെ മനസ്സിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഏതെങ്കിലും ഒരു പ്രതികൂല പ്രാർത്ഥനക്ക് എപ്പോഴെങ്കിലും ഒരു മലക്ക് ആമീൻ പറഞ്ഞിട്ട് ഇജാബത്ത് സാധ്യമായി വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ ഭൂമിയിൽ ആ കുട്ടിയെ എന്തുദ്ദേശിച്ചാലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു ബാപ്പ ഒരു മകനെയും കൊണ്ടുവന്നു. എൻ്റെ മോന്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ മോശമാണ്, നിങ്ങളൊന്ന് നന്നാക്കി തരണം, ഉപദേശിച്ചു തരണം. മഹാനവറുകൾ കൗൺസിലിംഗിൽ ഏറ്റവും വലിയ പേര് കേട്ട മഹാനാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും ഒരു കുട്ടി ഒരു 15 മിനിറ്റ് കൗൺസിലിംഗ് നടത്തിയ ആ കുട്ടി അടിമുടി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പോഴേക്കന്നെ ബാപ്പയോട് ചോദിച്ചു, ഹൽ ദഅഉത അലൈഹി, ഈ കുട്ടിക്ക് പ്രതികൂലങ്ങൾ ദ്വാരുന്നോ എന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം, ആ ദ്വാരുന്നു എന്ന് പറഞ്ഞു. അന്ത അഫ്സത്തഹു, നിങ്ങൾ കേടുവരുത്തി, നിങ്ങൾ എന്നെ നന്നായിക്കൊള്ളി എന്ന് പറഞ്ഞു. എനിക്ക് നന്നാക്കാൻ കഴിയൂല, ഈ ഉപദേശത്തിലൂടെ നന്നാക്കാൻ കഴിയൂല. നമ്മൾ തിരിച്ചറിയണത് ഗുരുത്തക്കേട് സംഭവിച്ചെന്ന് കൂട്ടിക്കോളി. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു നരമ്പിന്റെ വളഞ്ഞ വിഷയത്തിൽ നിന്ന് വളഞ്ഞ വക്രമായ സ്വഭാവത്തിന്റെ ഒരു മാതൃകയായിട്ടായിരിക്കും ഒരുപക്ഷെ ആ ഗുരുത്തക്കേട് വന്നിരിക്കുക. നമ്മളാ നടത്തിയ ഗുരുത്തക്കേടൊക്കെ ഇപ്പൊ മറന്നിട്ടുണ്ടാകും. കാരണം നമ്മൾ കുറച്ച് വലുതായില്ലേ. ചെറുപ്പത്തിലോ പ്രായപൂർത്തിയെത്തിയ ശേഷം നമ്മിൽ നിന്ന് സംഭവിച്ച ഒന്നിന്റെ പകർപ്പായിരിക്കും ആ വന്നിട്ടുണ്ടാകുക. അല്ലെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ ഒരു കേടായ വശമായിരിക്കും കുട്ടിയിലൂടെ വന്നിട്ടുണ്ടാകുക. ആക്ഷേപിക്കാൻ പറ്റൂല. നമ്മളെന്നെ കാരണക്കാര്. എതിരായത് വരക്കരുത്, അനുകൂലമായത് വരക്കാം. അനുകൂലമായിട്ട് ഇത് വരക്കാവൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ കരയുന്നത് കണ്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ കരയുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് കയറിയിരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തിരുന്നു. മഹദിയെ അണച്ചുകൂട്ടി പിടിച്ചു, ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? തോളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു, കൈകൊണ്ടിങ്ങനെ അണച്ചുകൂട്ടി പിടിച്ചിട്ട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒന്നിനുമല്ല, ഞാനൊന്ന് കിടന്നിട്ടൊന്ന് പൊങ്ങിയപ്പോ എന്റെ സ്തനഭാഗങ്ങളിലൂടെ
മുലപ്പാല് അതിന്റെ കണ്ണിലൂടെ പുറത്തേക്ക് മുലത്തുള്ളികൾ പാൽത്തുള്ളികൾ പുറത്തേക്ക് ഉറ്റി വീണു. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, മുലകുടി പ്രായം കഴിയാത്ത എന്റെ കുട്ടി 2 വയസ്സ് കഴിഞ്ഞിട്ട് മരിച്ചിരുന്നെങ്കിൽ ഈ പാൽത്തുള്ളി ഇങ്ങനെ വീഴില്ലായിരുന്നല്ലോ. പാൽ നിറഞ്ഞു പുറത്തേക്ക് ഉറ്റിയപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സങ്കടത്തിനെ, ആ കണ്ണീരിനെ ഒന്ന് മായ്ച്ചു കളഞ്ഞ് ആ മുഖത്തും മനസ്സിലും സന്തോഷം വരുത്തിയത് എങ്ങനെയാ? ബീവി ഖദീജ റളിയല്ലാഹു അൻഹയോട് അവിടുന്ന് പറഞ്ഞു, ഇന്നലഹു മുർളിഅൻ ഫിൽ ജന്ന, പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, കരയേണ്ടതില്ല. മരണപ്പെട്ടുപോയ നമ്മുടെ പൊന്നുമോനില്ലേ, മുലകുടി പ്രായം കഴിയാതെ മരിച്ചുപോയ കുട്ടിക്ക് സ്വർഗത്തിൽ മുലയൂട്ടുന്നൊരു മാതാവുണ്ട്. ആ മാതാവ് മുലയൂട്ടുന്നത് കാണിച്ചു തരണോ ഖദീജ? വേണമെന്ന് പറഞ്ഞാൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട നബിയേ, ബൽ ഉസദ്ദിഖുല്ലാഹ വറസൂലഹു, അങ്ങ് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ. എന്റെ സങ്കടം തീർന്നു, എന്റെ വിഷമങ്ങളൊക്കെ മാറി, എനിക്ക് സന്തോഷം വന്നു. സഹോദരങ്ങളെ, ആ ഖദീജ റളിയല്ലാഹു അൻഹ സങ്കടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാനൊക്കില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിഷമം അല്ലാഹുവിന്റെ റസൂലിനും വിഷമമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ സങ്കടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വിഷമമാണ്. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹകരണം കണ്ടോ, അനുസരണം കണ്ടോ? വഫാത്തിന്റെ നേരത്ത് തലയുടെ അടുത്ത ഭാഗത്തിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖദീജ ബീവിയോട്, നിങ്ങൾ സ്വർഗത്തിലെത്തിയിട്ട് ഞാൻ വിവാഹം എൻ്റെ ഇണകളെ സ്വർഗത്തിലെത്തിയിട്ട് നിങ്ങൾ കണ്ടാൽ അവർക്ക് എൻ്റെ ഒരു സലാം പറയണേ. ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, എൻ്റെ മുമ്പ് തങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഖദീജ, കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ അത് പ്രപ്പോസ്ഡ് ആണ്. അള്ളാഹു എനിക്ക് നിശ്ചയിച്ചു തന്ന ഇണകളാണ്. സ്വർഗത്തിലെത്തിയിട്ട് മംഗല്യം ചേരാനുള്ളതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിന് പ്രതിഷേധമാണോ? അല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മംഗളാശംസ നേരുകയാണ്. ഹനി അല്ലക യാ റസൂലല്ലാഹ്, ഇവിടെ വെച്ചല്ലേ എന്നോട് തങ്ങൾ ഈ വാർത്ത പറയുന്നത്? കല്യാണം പിന്നീട് വരാനുള്ളതല്ലേ? നേരത്തെ തന്നെ എൻ്റെ വക മംഗളാശംസ തേരുന്നു നബിയേ. സ്വർഗത്തിലെത്തിയിട്ട് എൻ്റെ ഇണകളെ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹാ, മറിയം ബിൻതു ഇമ്രാൻ റളിയല്ലാഹു അൻഹാ, അതുപോലെ തന്നെ കുൽസൂം ഉഖ്തു മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരിയായ കുൽസൂം ബീവിയെയും അതുപോലെ തന്നെ ആസിയ ബീവിയെയും മറിയം ബീവി റളിയല്ലാഹു അൻഹയെയും കാണുമ്പോ ഒരു സലാം പറഞ്ഞേക്കണേ. പറയാം നബിയേ, എതിർപ്പൊന്നും ആയിഷ ഖദീജ ബീവിക്കില്ല. സന്തോഷമാ പറയുന്നത്, മംഗളാശംസയാ നേരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ സന്തോഷമല്ലേ, അതിൽ ഖദീജ ബീവിക്കും സന്തോഷമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അതിൽ യാതൊരു എതിർപ്പുമില്ല. ആ നിലക്ക് അനുസരണത്തിന്റെ വലിയ പ്രതീകമായി, അതുല്യ ഉദാഹരണമായി വർത്തിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അവരിൽ നിന്ന് സ്നേഹത്തിന്റെ ഭാഷകൾ നമ്മൾ പഠിക്കണം, സ്നേഹവായ്പകൾ പഠിക്കണം, സഹകരണങ്ങൾ പഠിക്കണം, അനുസരണ മുറകൾ പഠിക്കണം. എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്തു പറയുന്ന വചനങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. രോഗിയായി കിടക്കാണ്. ആര്? സ്വന്തം ഇണ രോഗിയായി കിടക്കാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ.
രോഗം പെട്ടെന്ന് മാറാനുള്ള ഏറ്റവും വലിയ മരുന്നെന്താ? രോഗം മാറാനുള്ള ഏറ്റവും വലിയ മരുന്ന് ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. അതാണ് രോഗം മാറാനുള്ള ഏറ്റവും വലിയ മരുന്നതാണ്. സ്നേഹവചനങ്ങൾ, ആശ്വാസത്തിന്റെ വചനങ്ങൾ. ഒരാളെ വിഷമം, ടെൻഷന്, ബേജാറൊക്കെ മാറാൻ അതല്ലേ മരുന്ന്. അയാളെ മനസ്സിനെ തണുപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന നല്ല ഭാഷകൾ സംസാരിച്ചാൽ. ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അങ്ങനെ ഉണ്ടായൊരു സംസാരം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഗാർ ഹിറായിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ആദ്യ വചനങ്ങൾ ഏറ്റുവാങ്ങി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുമ്പോ മുമ്പെങ്ങും കാണാത്ത രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒരു വിശാലമായ രൂപത്തിൽ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. മശ്രിഖ് മഗ്രിബിനിടയിൽ 600 ചിറകുകളോടുകൂടെ വിശാലമായി നിൽക്കുന്നൊരു രൂപം. പെട്ടെന്ന് രൂപം കാണുമ്പോഴേക്ക് ബേജാറും വെപ്രാളും വിഷമൊക്കെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നു. തങ്ങൾക്ക് ബേജാറും വെപ്രാളെ വന്നിട്ടുള്ളൂ. നമ്മളാണെങ്കിൽ പിന്നെ എടുക്കാനുണ്ടാവൂല, കഴിഞ്ഞിട്ടുണ്ടാവുക ഏകദേശം. തങ്ങൾക്ക് അതിലൊരു ബേജാറും പരിഭ്രമേ വന്നിട്ടുള്ളൂ. ആ ഒരു കാഴ്ച കാണാൻ നമ്മൾ ഉണ്ടാകൂല. കാണുമ്പോഴേക്ക് നമ്മളത് അവസാനിച്ചിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിന്റെ ഗതി അത്രയേ ഉള്ളൂ. തങ്ങൾ അതിലൊക്കെ വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പുതപ്പിച്ചുകൊണ്ട് തങ്ങളെ ശരീരം ഇങ്ങനെ വിറക്കുന്നുണ്ട്. പനിക്കുന്നോ എന്ന് കരുതി ഒന്ന് പുതപ്പിട്ട് കൊടുത്തുകൊണ്ട് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അടുത്തിരുന്നിട്ട് പറഞ്ഞു, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഇല്ല നബിയെ, അല്ലാഹു തആല തങ്ങൾക്ക് ഒരു പരാജയവും തരൂല. ഒരു നിലക്കും അല്ലാഹു തആല തങ്ങളെ കൈയൊഴിക്കില്ല. തങ്ങൾ എന്തിനു വിഷമിക്കണം? ഇന്നക ലതസിലുർ റഹീം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖരിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. പരാജയപ്പെടാതിരിക്കാനുള്ള സവിശേഷ ഗുണങ്ങളല്ലേ അല്ലാഹു തങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ഇന്നക ലതസിലുർ റഹീം. അവിടുന്ന് കുടുംബബന്ധം പുലർത്തുന്നു. ഒരാൾ പരാജയപ്പെടാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗതാണ് കുടുംബബന്ധം പുലർത്തുക. അതാണല്ലോ ഇല്ലാത്ത. കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ വചനങ്ങൾ നൽകുന്ന ആൾക്കാർക്ക് ആശ്വാസത്തിന്റെ വചനങ്ങൾ നൽകണം. സഹായങ്ങൾ വേണ്ടവർക്ക് സഹായങ്ങൾ വേണോ എന്ന് അങ്ങോട്ട് ചോദിക്കണം. അങ്ങോട്ട് പറയാതെ ഉസ്താദേ അങ്ങനൊക്കെ വേണോ, അങ്ങനെ വേണം. അങ്ങോട്ട് വല്ലതും വേണോ എന്ന് ചോദിക്കാതെ തന്നെ കൊടുത്തേക്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നു എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല. തങ്ങളെ കയ്യിലേക്ക് ആര് ഹദിയ കൊണ്ടുവന്ന് കൊടുത്താലും ഇഷ്ടം പോലെ കാരക്ക കൊട്ടകൾ വരും, ചിലപ്പോൾ വലിയ പാൽപാത്രങ്ങൾ വരും, വസ്ത്രങ്ങളുടെ കൂട്ടങ്ങൾ വരും, ഗിഫ്റ്റായിട്ട് പലരും കൊണ്ടുവരുന്നതാണ്. ഒക്കെ സ്വന്തത്തിന് എന്ന് പറഞ്ഞ് എടുത്തു വെക്കാതെ ആദ്യം അത് വിതരണം ചെയ്യുന്നത് ഉമ്മമാർക്കാണ്. ഏതൊക്കെയാണ് ആ ഉമ്മമാര്? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീബി ഹലീമ റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് മുലയൂട്ടിയ മാതാവാണ്. അതുപോലെ തന്നെ സുവൈബത്തുൽ അസ്ലമിയ മറ്റൊരു മാതാവാണ്. നബി തങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. ഒരുപാട് കാലം തങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ട് സ്വന്തം മക്കളെക്കാളേറെ പരിഗണന നൽകിയ മഹദിയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. അബൂ താലിബിന്റെ ഭാര്യ. അവർക്കൊക്കെ തങ്ങൾ കൊടുത്തേക്കും, ഇതിൽ നിന്ന് ഓരോ വിഹിതങ്ങൾ കൊടുത്തേക്കും. അത് വല്ലാത്ത ഒരു സന്തോഷമാണ്. ആരും തന്നെ കണ്ട് പകർത്തുന്നൊരു വിഷയമാണ്. ഇനിയും ബാക്കിയുണ്ടോ? കുടുംബത്തിൽ തന്നെ ഉപ്പയുടെ സഹോദരന്മാര് പലരും ഉണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു സഹോദരനാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹോദരനാണ്. ഇവർക്കൊക്കെ കൊടുത്തേക്കും. ഇനിയും ബാക്കിയുണ്ടോ? മൂത്താപ്പയുടെ മക്കളല്ലേ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, അഖീൽ റളിയല്ലാഹു അൻഹു. ഇവർക്കൊക്കെ കൊടുത്തേക്കുന്നു. സ്വന്തമായിട്ട് തങ്ങളൊന്നും മിച്ചം വെക്കുന്നില്ല. ഇത് പലപ്പോഴും കാണുന്ന മഹദിയാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇന്നക ലതസിലുർ റഹീം. കുടുംബബന്ധം പുലർത്തുന്നവരല്ലേ നബിയെ തങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. ഒരു പരാജയം അല്ലാഹു തആല ദുനിയാവിൽ തരൂല.
കുടുംബത്തെ സേവിച്ചാൽ മതി, സഹായിച്ചാൽ മതി. എല്ലാ വിഷയത്തിലും നമുക്ക് 100 മാർക്കായിരിക്കും. പക്ഷെ അതിന് അങ്ങനെ ഒരു തുറന്ന മനസ്സ് വേണമെന്നർത്ഥം. വിഷമത്തിൽ ഒരാവശ്യത്തിൽ കഴിയുന്ന ആളോട് ചോദിക്കാതെ അങ്ങോട്ട് കൊടുക്കണം. കുടുംബക്കാരന് നല്ലോണം കൊടുക്കണം. മദീന പള്ളിയിൽ ബഹ്റൈനിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് സ്വത്ത് വന്നു എന്ന് കേട്ടപ്പോ മദീനത്തെ പള്ളിയിൽ ളുഹ്ർ നിസ്കാരത്തിന് പതിവിൽ കവിഞ്ഞ ആള് നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ സ്വഫ് കുറെ എണ്ണം കൂടുതലുണ്ട്. അതുണ്ടാകും. ഇവിടുത്തെ ജുമുഅത്ത് പള്ളി ഇതല്ലേ? ഈ ജുമുഅത്ത് പള്ളിയിൽ ഈ നാട്ടുകാർക്കൊക്കെ ഒരു മെസ്സേജ് കിട്ടി. ഒരു ഉദാഹരണം പറയാം. എല്ലാവർക്കും ഒരു 10,000 കൊടുക്കുന്ന ഒരു അറബി ഒന്നെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ സ്ഥലം ഉണ്ടാകൂല, മുറ്റത്തും ചിലപ്പോൾ സ്ഥലം ഉണ്ടാവൂല. ഒരു കുഴപ്പമൊന്നുമല്ലത്, കൊടുത്തിട്ടല്ലേ ആൾക്കാർ വരാൻ വരുന്നത്. കുഴപ്പം അത് വിഷമമൊന്നുമല്ല, അറിഞ്ഞിട്ടല്ലേ ആൾക്കാർ വരുന്നത്. സ്വഹാബത്ത് തടിച്ചുകൂടി പള്ളിയിൽ ളുഹ്ർ നിസ്കാരത്തിന് അത്ര ആളെ കാണാറില്ല, ഇഷ്ടം പോലെ ആള്. നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞപ്പോൾ അവരെ മുഖത്ത് നോക്കിയിട്ട് തങ്ങൾ ഇങ്ങനെ ഒന്ന് ചിരിച്ചൊരു സന്തോഷത്തിന്റെ ചിരി. തങ്ങൾ ചോദിച്ചു, വല്ലതും അറിഞ്ഞു വന്നതാണോ എന്ന് വെച്ചു. അതേ നബി, അറിഞ്ഞു വന്നതാണ്. ഇവിടെ എന്തൊക്കെയോ സ്വത്ത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു. ബഹ്റൈൻ, ഇന്ന് നമ്മൾ കേൾക്കുന്ന ബഹ്റൈൻ തന്നെ, ബഹ്റൈനിൽ നിന്ന് കുറച്ച് സ്വത്ത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു വന്നതാണ്. വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ തരുമെന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അബ്ബാസ് എന്നവർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എനിക്ക് കൂടുതൽ വേണം. കുടുംബാണ്, എനിക്ക് കൂടുതൽ വേണം നബിയെ, അവർക്കൊക്കെ തങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഏറെ വേണം. തരൂലെന്ന് പറഞ്ഞു. ആവശ്യമുള്ള എടുത്തോളൂ എന്ന് പറഞ്ഞു. ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളൂ. കോതമ്പല്ല സഹോദരനെ ദിർഹം ചാക്കിലേക്ക് വാരിക്കൂട്ടുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വാരിങ്ങനെ നല്ലോണം എടുത്തിട്ട് പൊക്കി നോക്കുമ്പോ പൊങ്ങുന്നില്ല. ഇത് പൊക്കാൻ ഒരാളെ തരുമോ? ആളെ തരുന്നില്ല, നിങ്ങൾ പൊക്കിയോളി എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി അങ്ങോട്ട് വാരി എടുത്ത് പിന്നെയും പൊന്തിച്ചു നോക്കി, പൊങ്ങുന്നില്ല. ഇഷ്ടം പോലെയുണ്ട്. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് വാരി ഇട്ടിട്ട് അങ്ങനെ കെട്ടിക്കുട്ടി തോളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പോക്ക് ഇങ്ങനെ നോക്കിയിട്ട് തങ്ങൾ ഇങ്ങനെ സന്തോഷിച്ചു. ആർക്കാണ് കൊടുത്തത്? ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അവർക്കാണ് കൊടുത്തത്. കൊടുക്കുന്നിടത്ത് കുറവൊന്നും കാണിച്ചില്ല. എന്തിനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു അധികം വേണമെന്ന് പറഞ്ഞത്? ബദറിൽ തടവുകാരായി പിടിക്കപ്പെട്ടപ്പോ അബ്ബാസ് എന്നവരുടെയും അഖീൽ എന്നവരുടെയും രണ്ടുപേരുടെയും മോചനദ്രവ്യം അബ്ബാസ് റളിയല്ലാഹുവിന്റെ പോക്കറ്റിൽ നിന്നാ പോയത്. അപ്പൊ കുറച്ച് അധികം പോയിട്ടുണ്ട്, നല്ല ചെലവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം വേണമെന്ന് പറഞ്ഞു, എടുത്തോളൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കിയില്ല. കുടുംബക്കാർക്കാണ് കൊടുക്കുമ്പോൾ ആദ്യം തങ്ങൾ പരിഗണന കൊടുത്തിരുന്നു. എപ്പോഴും പരിഗണന കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഉണ്ടായിരുന്നു, ഹാല ബീവി. പലപ്പോഴും തങ്ങൾ അങ്ങോട്ട് കൊടുത്തേക്കും ഹദിയ. നമുക്ക് അങ്ങനെ ബന്ധം ഓർമ്മ ഉണ്ടാവുമോ തന്നെ ആവോ? ആരാണിപ്പത്? സ്വന്തം ഇണയുടെ സഹോദരിയല്ലേ? അവരോടും തങ്ങൾക്കുണ്ടോ സ്നേഹബന്ധം? കൊടുത്തേക്കും. കൊടുക്കാനുള്ളത് കൊടുക്കാന്നുള്ള തന്നെ സ്നേഹം എന്ന് പറഞ്ഞത്. വാങ്ങാനുള്ളത് മാത്രം സ്നേഹമായി കൂട്ടിയാൽ പോരെ, കൊടുക്കാനുള്ളത് സ്നേഹമായിട്ട് കൂട്ടണം. കൊടുക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് വലിയൊരു സംഗതിയാണ്. ഇന്നക ലതസിലുർ റഹീം വതക്സിബുൽ മഅദൂം. പാവപ്പെട്ടവർക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ തങ്ങൾ. ഏത് അതിഥി നാട്ടിൽ വന്നാലും അവരെ വിളിച്ച് സൽക്കരിക്കുന്ന ആളല്ലേ നബിയെ തങ്ങൾ. സത്യമാർഗങ്ങളിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സഹായം ചെയ്തു കൊടുക്കുന്ന ആളല്ലേ നബിയെ തങ്ങൾ. അതുകൊണ്ട് വേദനിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. തങ്ങളെ അല്ലാഹു കൈയൊഴിക്കില്ല. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആശ്വാസത്തിന്റെ വചനം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്തോഷത്തിന്റെ വചനം എനിക്ക് വലിയ ധൈര്യവും ഉണ്ടാക്കി തന്നു. എന്റെ മുന്നോട്ടുള്ള ചുവടുവെപ്പുകളിൽ വലിയ ഊർജം നൽകിയത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്തുണയാണ്. എല്ലാവിധ പിന്തുണയും എനിക്ക് തന്നു, എല്ലാവിധ സഹായങ്ങളും എനിക്ക് തന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ,
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെച്ചുകൊണ്ട് നല്ല സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ ആ സ്നേഹം പകർത്തിയെടുക്കുന്ന നല്ലൊരു തലമുറ നമ്മുടെ പിന്നിൽ വളർന്നു വരും എന്നതിൽ സന്ദേഹം വേണ്ട. മക്കൾ അതേ സ്നേഹം പഠിക്കും. ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കിട്ടിയ ആത്മീയമായ ധർമാധിഷ്ഠിതമായ ജീവിതവും സ്നേഹവും അവരടുത്ത തലമുറക്ക് പങ്കുവെക്കുമ്പോ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ സൗന്ദര്യവും അതിന്റെ ശതമാനവും നമുക്ക് അല്ലാഹു കൂട്ടിത്തരുന്നുണ്ട്. സ്നേഹത്തിന്റെ സമീപനം, ആ ഒരു സമീപനമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഉണ്ടാകേണ്ടത്. സഹായത്തിന്റെ സമീപനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ആരോടും സ്നേഹത്തോടെ വർത്തിക്കാൻ കഴിയുന്ന സ്വഭാവം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ വർണ്ണിച്ചപ്പോ വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഓ നബിയെ അവിടുന്ന് വർണ്ണിക്കാൻ കഴിയാത്ത വലിയ സ്വഭാവം, ഏറ്റവും വലിയ മഹോന്നതമായ സ്വഭാവത്തിന്റെ വ്യക്തിത്വമാണ്. ഏറ്റവും വലിയ ഉന്നതമായ സ്വഭാവം തങ്ങൾക്കാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. എന്താണ് ആ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം സഹോദരങ്ങളെ? ആരോടും സ്നേഹത്തിന്റെ വായ്പകൾ പറയുന്ന സ്വഭാവമാണ്. മുന്നിൽ കാണുന്നത് എതിരാളിയാണെങ്കിലും മനുഷ്യത്വപരമായ സ്നേഹങ്ങൾക്കും സമീപനങ്ങൾക്കും ഒരു ചെറിയ കുറവ് പോലും തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സ്വഹാബിമാരിൽ നിന്ന് ആരെ കിട്ടിയാലും തക്കം കിട്ടിയാലും നേരം നോക്കി കൊല്ലുന്ന ഒരു ഗോത്രത്തലവരുണ്ടായിരുന്നു, സുമാമത്ത് ബിൻ ഉസാൽ. നല്ല സമ്പത്തൊക്കെ ഉള്ള നല്ല ആരോഗ്യമുള്ള ഒരു നേതാവാണ്. പക്ഷേ സ്വഹാബിമാരെ ഒറ്റയ്ക്ക് എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ ശരിയാക്കും. അങ്ങനെ കുറെ ആളെ ശരിയാക്കിയപ്പോ മൂപ്പരെ ഒന്ന് പിടികൂടണം, എവിടെങ്കിലും കണ്ടാലൊന്ന് പിടികൂടണം എന്ന് ഉത്തരവിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അങ്ങനെ കിട്ടുന്ന ചാൻസിലൊക്കെ ആളെ കാലിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. എവിടെ ഒറ്റക്ക് ആരെങ്കിലും കണ്ടോ തക്കം കിട്ടിയാലൊക്കെ പണിയാക്കും, വെട്ടി റെഡിയാക്കും. നല്ല ഗോത്രത്തലവനുമാണ്, നല്ല സമ്പത്തോടും നല്ല കഴിവുകൊണ്ട് സ്വാധീനമൊക്കെ ഉണ്ട്. യമാമയിലാണ് വീട്. ആ സുമാമത്ത് ബിൻ ഉസാൽ ഇങ്ങനെ മക്കയിലേക്ക് പോകുന്നൊരു വഴിയിൽ സ്വഹാബത്ത് പിടികൂടി സുമാമയെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ കൊണ്ടുവന്നു, മദീനയിൽ കൊണ്ടുവന്നു. ദാ നബിയെ, സുമാമത്ത് ബിൻ ഉസാൽ ഇതാ യമാമയിലെ വലിയ ഗോത്രത്തലവനാണ്. തക്കം കിട്ടുമ്പോ സ്വഹാബിമാരിൽ പലരെയും കൊലപ്പെടുത്തിയ ആളാണ്. സുമാമത്ത് ബിൻ ഉസാലിനെ മദീന പള്ളിയിൽ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കാൻ പറഞ്ഞു. സുമാമയെ അവിടെ തടഞ്ഞു വെച്ചതുപോലെ സുമാമയോട് പോകരുത്, ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഒരു ബന്ധിതനായ അവസ്ഥ നൽകിയതുപോലെ. പക്ഷേ സുമാമ ആ ബന്ധനത്തിൽ നിന്നൊക്കെ മോചനം നേടാനുള്ള കാരണം, ആ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടിയപ്പോൾ വിശുദ്ധ ദീന് സ്വീകരിക്കാനുള്ള കാരണം, പിന്നീട് സുമാമത്ത് ബിൻ ഉസാൽ പറഞ്ഞിട്ടുണ്ട്, അവർ എനിക്ക് തരുന്ന സ്നേഹം പോലെ, സ്വഹാബത്ത് എനിക്ക് തരുന്ന സഹകരണം പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് സമീപിച്ച സമീപനം പോലെ ലോകത്തൊരാളിൽ നിന്നും അത്തരത്തിലുള്ള സ്നേഹ സമീപനം ഞാൻ ഒരു കാലത്തും ദർശിച്ചിട്ടില്ല. എന്നും വന്നിട്ട് ചോദിക്കും സുമാമയോട്, മാതാ എന്തൊക്കെയാ സുമാമ, എന്തൊക്കെയുണ്ട് സുമാമ വർത്തമാനം? സുമാമ പറയും, ഇൻ തഖ്തുൽ തഖ്തുൽ ദാ ദമിൻ, കൊല്ലണമെങ്കിൽ കൊന്നോളൂ, ഞാൻ നല്ല രക്തത്തിളപ്പുള്ള ആളാ, കൊല്ലാലോ. വല്ല സമ്പത്തും വേണോ ചോദിച്ചോളൂ, ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ വലിയ ഗോത്രത്തലവനല്ലേ, എന്തും തരാം, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങളൊരു നേതാവായിട്ട് പ്രഖ്യാപിക്കണോ? വേണമെങ്കിൽ എന്റെ ഗോത്രത്തോട് ഞാനത് പറഞ്ഞു, നേതാവായി പ്രഖ്യാപിക്കാം. സുമാമന്റെ ഭാഷ എന്നും ഇങ്ങനെയാണ്. 3 ദിവസം അങ്ങനെ ചോദിച്ചപ്പോഴും സുമാം അങ്ങനെ തന്നെ പ്രതികരിക്കുന്നത്, ഈ രൂപത്തിൽ തന്നെയാണ്. ഒരു ഡിഗ്രി ഒന്നും കുറവില്ല, അതേ രൂപത്തിൽ. കൊല്ലണമെങ്കിൽ കൊന്നോളൂ, സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത് തരാം, അങ്ങനെ തന്നെ പ്രതികരിക്കണം. ഒരു തടവ് പുള്ളിയുടെ പ്രകൃതം അങ്ങനെ പ്രതികരിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അത്തുരിക്കോ സുമാമ, സുമാമയെ കെട്ടയിച്ചു വിട്, പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്തൊക്കെ ഇങ്ങനെ മുഖാമുഖം നോക്കി എല്ലാവരും, അല്ല നബിയെ, മറ്റേ ആളെക്കൊന്നും മറിച്ച ആളെക്കൊന്നും അവിടെ കൊന്നു ഇവിടെ കൊന്നു, പക്ഷെ അതിനൊന്നും തെളിവില്ല. സുമാമയെ പല രൂപത്തിലും ഇങ്ങനെ കണ്ടു, ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളുള്ളൂ. പലരെയും കൊന്ന് സുമാമയെ എന്നുള്ള ചില ആൾക്കാർക്കൊക്കെ റിപ്പോർട്ട് കിട്ടിയതുള്ളൂ. നേർക്കുനേരെ തെളിവൊന്നും കാര്യങ്ങളൊന്നുമില്ല. സുമാമയെ വെറുതെ വിട്, സുമാമയെ വിട്ടേക്ക് പോയിക്കോട്ടെ എന്ന്. ഇപ്പൊ എല്ലാവരും വിചാരിച്ചു സുമാമ പോയി. സുമാമ അപ്പുറത്തുള്ള കുളത്തിൽ പോയി കുളിച്ചു.
ഡ്രസ്സൊക്കെ മാറി മദീന പള്ളിയുടെ മുറ്റത്തേക്ക് വന്നിട്ട് സുമാമ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 3 ദിവസം ഞാൻ അനുഭവിച്ച സ്നേഹം. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിടക്കാൻ പായയും വിരിപ്പും തലയിണയും നൽകിയവര്, അവര് കഴിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഭക്ഷണം തന്നു. മുന്തിയ ഭക്ഷണമാണ് എന്നെ ഭക്ഷിപ്പിച്ചത്. സ്നേഹപരമായ പെരുമാറ്റമാണ്. പാശ്ചാത്യ ലോകത്തിൽ നിന്ന്, തടവറകളിൽ നിന്ന്, അബൂ ഗരീബിൽ നിന്നും ഗോണ്ടനാമോയിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ കേട്ടിരുന്ന ചീഞ്ഞളിഞ്ഞ വാർത്തകൾ മനുഷ്യത്വപരമായ പെരുമാറ്റങ്ങൾക്ക് എതിരാ സഹോദരങ്ങളെ. വിശുദ്ധ ദീന് പഠിപ്പിക്കുന്ന ഒരു സ്നേഹമസൃണമായ പെരുമാറ്റമുണ്ട്. മുന്നിൽ കിട്ടിയിരിക്കുന്നത് കൊലയാളിയായ തടവുകാരനാണെങ്കിലും മനുഷ്യത്വപരമായ പെരുമാറ്റത്തിൽ ഒരു ഇഞ്ച് കുറവ് വരുത്താൻ പാടില്ല. ആക്ഷേപത്തിന്റെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കവര് ഭക്ഷണം കൊണ്ടുവരുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് സ്വഹാബത്തിനോട്. നിങ്ങൾക്കാണ് ആദ്യം തരാൻ പറഞ്ഞത്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ മനസ്സിന് വല്ല വിഷമം ഉണ്ടാകരുത്. അവര് വേഗം ഭക്ഷണം കഴിക്കാനുള്ള, ഞാനിവിടെ എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ലോ തോന്നലുണ്ടാകരുത്. നോക്ക് നിങ്ങൾ, ഞങ്ങൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വെള്ളം തരാനാ പറഞ്ഞത്. ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പായ വിരിച്ചു തരാനാ പറഞ്ഞത്. സുമാമത്ത് ബിൻ ഉസാൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പോകുമ്പോഴാ സ്വഹാബത്ത് എന്നെ പിടിച്ചു കൊണ്ടുവന്നത്. ഞാൻ ആ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകട്ടെയോ? തങ്ങൾ പറഞ്ഞു, മക്കയിലേക്ക് പോയിക്കോളൂ, ഉംറ നിർവഹിക്കാനല്ലേ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ ഞാൻ തടയുന്നില്ല. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോകുമ്പോ, ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലെ കഅബത്തുൽ മുശറഫയുടെ ചാരത്തെത്തിയപ്പോ പലരും സുമാമയുടെ തവാഫും സുമാമയുടെ തൽബിയത്തൊക്കെ കേട്ടപ്പോ അവർക്ക് തോന്നി സുമാമക്ക് മാറ്റം വന്നിട്ടുണ്ട്, ആകെ മാറിയിട്ടുണ്ട് ആള്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ബഹുമാനപ്പെട്ട എഴുമല സുഫാൻ തങ്ങൾ അവർകൾ നമ്മുടെ ഈ സദസ്സിന് ഭക്തിസാന്ദ്രമായ പ്രാർത്ഥന നൽകി നമുക്ക് ആത്മീയമായ ചൈതന്യമുണ്ടാക്കി തരുന്നതിന് വേണ്ടി തങ്ങളുപ്പാപ്പ നമ്മുടെ മജ്ലിസിലെത്തി. അള്ളാഹു അവിടത്തേക്ക് നമ്മുടെ മുഴുവൻ സാദാത്തുക്കൾ, ഉലമാക്കൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനാ സദസ്സ് അല്പസമയം കൊണ്ട് തുടങ്ങും. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് വന്നിരുന്ന് തങ്ങളുപ്പാപ്പയുടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ഞാൻ പറഞ്ഞ വിഷയമാണ് പൂരിപ്പിക്കട്ടെ. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു മക്കയിലെത്തി. തവാഫ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ആള് മാറിയിട്ടുണ്ട്. കാരണം തെൽബിയത്ത് കേൾക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലായി, തെൽബിയത്ത് നമ്മളെ തെൽബിയത്തല്ലല്ലോ, ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. മുശ്രിക്കുകളെ തെൽബിയത്തൊന്ന് വേറെയാണ്, മുസ്ലിങ്ങളെ തെൽബിയത്തൊന്ന് വേറെയാണ്. മുസ്ലിങ്ങൾ ചൊല്ലുന്ന തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ലാ ശരീക ലക എന്ന ആ വാചകത്തിന്റെ ശേഷം മുശ്രിക്കുകൾക്ക് ഒന്നുകൂടിയുണ്ട്, ഇല്ലാ ശരീകൻ തംലികുഹു വമാ മലക. അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കലും കൂടി അവരെ തെൽബിയത്തിലുണ്ട്. തെൽബിയത്തിന്റെ മാറ്റം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി സുമാമ ആകെ മാറിയിട്ടുണ്ടല്ലോ. അവർ ചോദിച്ചു, സ്വബൗത്തയാ സുമാമ, ആ സ്വബൗത്തയാ സുമാമ, സുമാമ നീ മാറിയോ, മതം മാറിയോ സുമാമ? ചോദിച്ച് കളിയാക്കിയപ്പോ സുമാമത്ത് ബിൻ ഉസാലിന് എങ്ങനെ പിരിമുറുക്കം കൂടി സുമാമ പറഞ്ഞു, എന്നെ കളിയാക്കരുത്. മക്കക്കാർക്ക് ഭക്ഷണം വരുന്നത്, അന്നം വരുന്നത് എന്റെ നാട്ടിൽ നിന്നാണ്, യമാമയിൽ നിന്നാ വരുന്നത്. നിങ്ങൾക്കുള്ള ഗോഡോട് ഞാൻ അടച്ചുപൂട്ടും, എന്നെ കളിയാക്കരുത് നിങ്ങൾ. അവര് പിന്നെയും കളിയാക്കി. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു ഉംറ കഴിഞ്ഞ് നേരെ യമാമയിൽ പോയി. മക്കയിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ മൊത്തം അടച്ചുപൂട്ടി. മക്കക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കത്തയച്ചു, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളല്ലേ, സ്നേഹം മാത്രം സമീപിക്കുന്ന, കൊടുക്കുന്ന, പകരം കൊടുക്കുന്ന ആളല്ലേ,
ഞങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ യമാമയിൽ നിന്ന് നിർത്തലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ കളിയാക്കിയിട്ടില്ല, കുറച്ച് സഹിച്ചോളൂ. ഇല്ലല്ലല്ല, സ്നേഹത്തിന്റെ നേതാവ്, ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ ഉടമയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? യമാമയിലേക്ക് ആളെ വിട്ടു. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഭക്ഷണം അത് മനുഷ്യാവകാശമാണ്. ആരെന്ത് എതിർത്താലും ചീത്ത പറഞ്ഞാലും അന്നം മുടക്കരുത്. അത് മനുഷ്യന്റെ അവകാശമാണ്. മതം നോക്കിയിട്ട് വ്യത്യസ്ത രീതിയിൽ കൊടുക്കേണ്ടതല്ല അന്നം. മനുഷ്യനാണോ അവന് കൊടുക്കേണ്ടതാണ് അന്നം. മനുഷ്യന്റെ അവകാശമാണ്. വിട്ടുകൊടുത്തേക്കണം, ഗോഡൌൺ അടച്ചുപൂട്ടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ യമാമയിൽ നിന്ന് വന്നു തുടങ്ങി. ഈ ഒരു സ്നേഹത്തിന്റെ സമീപനം ലോകത്തുള്ള എല്ലാ ആളുകളും പഠിക്കുകയും പകർത്തുകയും നമ്മുടെ ജീവിതത്തിൽ സ്നേഹങ്ങൾ, സമീപനങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിവുണ്ടാവുകയും വേണം. സ്നേഹം അറിയാത്ത, സഹകരണങ്ങൾ അറിയാത്ത, അനുസരണങ്ങൾ അറിയാത്ത, പാശ്ചാത്യൻ രൂപഭാവങ്ങളൊക്കെ കടമെടുത്ത പേക്കോലങ്ങളായിട്ട് നമ്മുടെ മക്കൾ മാറാതിരിക്കാൻ ബാപ്പമാര്, ഉമ്മമാര് സ്നേഹം കെട്ടുപോയ മരീചികകളായി മാറാതെ പരസ്പരം കൈമാറിയിട്ട് ജീവിതത്തിന്റെ വിശുദ്ധി കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല മാതൃകാ കുടുംബങ്ങളായി വളർന്നു വരണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, മക്കളിൽ ആ വലിയ സന്തോഷം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഫാസിഖീങ്ങളായ, ഫാജിരീങ്ങളായ മക്കളെ കൊണ്ട് നമ്മെ ആരെയും അള്ളാഹു തആല സങ്കടപ്പെടുത്താതെ സ്വാലിഹീങ്ങളെ അള്ളാഹു തആല തന്ന് ആ സ്വാലിഹീങ്ങളിലൂടെ തലമുറകളുടെ ശേഷിപ്പുകൾ നിലനിർത്താൻ ഭാഗ്യവാന്മാരായി അള്ളാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പരസ്പരം സ്നേഹവും സഹായവും സഹകരണവും കാഴ്ചവെച്ച് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി യഥാർത്ഥ മൂമിനുകളായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു തആല തൗഫീഖ് നൽകി സഹായിക്കുമാറാകട്ടെ. അന്തിയുറങ്ങുന്ന മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു തആല സലാമത്താക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. എല്ലാവരോടും ദുആ കൊണ്ട് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.